9 ആകുന്നേ ഉള്ളൂ. കരുണ എന്നിൽ ചൊരിയണമേ, കരുണ എന്നിൽ ചൊരിയതിനായി നിയമിച്ചൊരു വിധമായ പരദ്രോഹവും പിന്നുണ്ടാകുകയില്ല. സഹിക്കാനും ക്ഷമിക്കാനും മറ്റു നമ്മി കാണുന്ന ഇല്ല. ഇത്രയും മഹത്തായ ഒരു ആദർശം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്റെ താണത് അറിവിൽ കുറവുള്ളവരെ മാത്രം അല്പം താഴ്ചയുണ്ടെന്നുള്ളതല്ലാതെ മറ്റു ജാതിയിലെങ്ങും താഴ്ചയില്ല, ഉയർച്ചയുമില്ല. സർവശക്തനായ വെണ്ണുതമ്പുരാൻ 69 വർഷം ഒരു തിരിച്ചറിയ സംഘം മനുഷ്യരെ നന്നാക്കുന്നത് മാത്രമുള്ളതാണ്. പല അനീതിക്കും ഒന്നുമില്ലാത്ത ഒരു സമൂഹത്തെ എവിടെ കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ജീവിതം ആനന്ദ സമ്പൂർണതയിൽ ലയിപ്പിക്കും. ആദിയിലുണ്ടായ ബ്രഹ്മജ്ഞാനം സദ്ഗുരുവിൽ കൂടി വെളിപ്പെടുത്തുന്നു. ബ്രഹ്മജ്ഞാനം ആത്മജ്ഞാനമായി വെളിപ്പെടുത്തുന്ന ഈ അവതാര കാലത്ത് ഭഗവാനോട് ഒത്തുനിന്ന് ഭഗവത് കർമ്മങ്ങൾ യഥാവിധം അനുഷ്ഠിക്കുന്ന പൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹൃദയം സ്വർഗമായും സ്വർഗസ്ഥനായ ദൈവത്തിന്റെ വാഴ്ച ഹൃദയത്തിൽ ബോധ്യപ്പെട്ട് സ്വാഗതം പറയുവാനായി ഇവിടെ ഉള്ളത്. സ്വാഗതം പറയുന്നതിനായി ശ്രീ VS നമ്മളുടെ ധർമ്മതീർത്ഥ സ്വാമി, അതുപോലെ തന്നെ നമ്മളുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മളിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പോൾ നമ്മളെല്ലാമായി എപ്പോഴും നമ്മളോട് പ്രവർത്തിക്കുന്നു. 24 മണിക്കൂറും ഈ ആദർശത്തിന് വേണ്ടി നിഷ്കാമ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്, എന്താണ് നിഷ്കാമ കർമ്മം എന്ന് ഈ ധന്യമായ സദസ്സിലേക്ക്, ഈ വേദിയിലേക്ക് ശാസ്താംകോട്ട ശുഭാനന്ദ ആശ്രമത്തിന്റെ പേര് ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ. വളരെയധികം സവിശേഷമായൊരു യോഗമാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. ശാസ്താംകോട്ട ഭരണിക്കാവ്
ശ്രീ ശുഭാനന്ദാശ്രമത്തിൻ്റെ 22ാമത് വാർഷികാഘോഷവും ശുഭാനന്ദ തപോ ശതാബ്ദി ആഘോഷവും ചേർന്നാണ് ഇന്നിവിടെ ആചരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശുഭാനന്ദ സ്വാമികളെ കുറിച്ച് അദ്ദേഹം വിവേകാനന്ദ സ്വാമികൾ കേരളത്തെ ഒരു ഭ്രാന്താലയമായി വിശേഷിപ്പിച്ച നാളുകളിൽ 11 വയസ്സുള്ള കുട്ടിയായിരുന്നു എന്നിവിടെ വിശേഷിപ്പിച്ചു. അതിനുശേഷം കേരളം എത്രയോ മാറി. മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കാത്ത വർണ്ണാശ്രമ വ്യവസ്ഥകളിൽ നിന്നും മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്ക് രാജ്യം അതിവേഗം മാറുകയാണ്. എന്നാൽ വീണ്ടും നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പഴയ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ അധികാര കേന്ദ്രീകരണത്തിന് വേണ്ടി വർണ്ണാശ്രമ വ്യവസ്ഥയിലെ പ്രമാണിമാർ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ തങ്ങളുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ തകർക്കപ്പെട്ട ഫ്യൂഡലിസ്റ്റ് ആശയങ്ങളെ വീണ്ടെടുക്കുവാൻ വിവേകാനന്ദ സ്വാമികൾ സൂചിപ്പിച്ചതുപോലെ ഭ്രാന്താലയമായി നമ്മുടെ മണ്ണിനെ മാറ്റുവാൻ ആസൂത്രിതമായ ശ്രമം നടക്കുമ്പോഴാണ് എല്ലാവർക്കും ഒന്നാണ് ദൈവം, എല്ലാ ആത്മാംശവും എല്ലാവരും ഒന്നിലാണ് എന്ന് കണ്ടെത്തുന്ന തരത്തിലേക്ക് തപോവാനന്ദ സ്വാമികളുടെ ഇപ്പോ ഈ പറയുന്ന തപോ ശതാബ്ദി ആഘോഷം തന്നെ നാം സംഘടിപ്പിക്കുന്നത്. മെയ് 13 വീണ്ടും അതുമായി ബന്ധപ്പെട്ട സമ്മേളനത്തെ കുറിച്ച് സ്വാമിജികൾ ഇവിടെ സൂചിപ്പിച്ചു. ജാതിയും മതവും പറഞ്ഞ് മനുഷ്യൻ സ്പർദ്ധയും വൈരവും വളർത്താൻ ശ്രമിക്കുന്ന കാലത്താണ് ശുഭാനന്ദ സ്വാമികളുടെ ദർശനം എല്ലാം ഒന്നാണ്, എല്ലാവരും ഒന്നാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യനെ മേൽത്തട്ടെന്നും കീഴ്ത്തട്ടെന്നും തിരിച്ചുകൊണ്ട് ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്ന ശക്തികൾ എല്ലാ സൃഷ്ടിയും ഒന്നിൽ നിന്നാണ് എന്ന ബോധത്തിലേക്ക്, അത് പരമമായ അറിവിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും അത് തന്നെയാണ്. ഭാഷ വേറൊന്നാണെന്നാണ്, എല്ലാവരും ഒന്നാണ്, മാനവികത ഒന്നിലാണ് എന്ന സന്ദേശം തന്നെയാണ് ഞങ്ങളും ഉയർത്തുന്നത്. വിശ്വാസികൾ ഉപയോഗിക്കുമ്പോൾ അവരുടേതായ ഭാഷ ഉപയോഗിക്കും, കമ്മ്യൂണിസ്റ്റുകാർ പ്രയോഗിക്കുമ്പോൾ മറ്റൊരു ഭാഷ ഉപയോഗിക്കും. എല്ലാം ഒന്നാണ്, മനുഷ്യനെ ഒന്നായി കാണുവാൻ എല്ലാം ഒരംശത്തിൽപ്പെട്ടതാണ്. പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന മനുഷ്യൻ എല്ലാറ്റിലും ഇപ്പൊ ഈശ്വര ചിന്ത എന്ന് പറയുമ്പോൾ പ്രകൃതി തന്നെയാണ് ഒന്ന് എന്ന് സങ്കല്പിക്കുന്ന തരത്തിലേക്ക് പ്രകൃതി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിൽ ചിലർക്ക് മാത്രം പ്രകൃതിയുടെ അവകാശം, ചിലർ കീഴാണ് എന്നതല്ല, എല്ലാവർക്കും അവകാശപ്പെട്ട സൃഷ്ടി. ആ സൃഷ്ടിയിൽ പരസ്പരം സഹകരിച്ചും പരിസ്ഥിതിയെ വണങ്ങിയും അതിനെ മാനിച്ചും നാം ജീവിച്ചില്ല എങ്കിൽ പരിസ്ഥിതി നമ്മളെ തൂത്തെറിയും എന്നതാണ് അടുത്ത കാലത്തുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രകൃതിക്കിണങ്ങി പ്രകൃതിക്ക് വിധേയമായി പരസ്പരം മാനിച്ചും പരസ്പരം ബഹുമാനിച്ചും ജീവിക്കുക എന്ന സന്ദേശം നമ്മുടെ രാജ്യത്ത് പൊതുബോധമാക്കി മാറ്റുന്നതിൽ ശുഭാനന്ദ സ്വാമികളുടെ ആദർശങ്ങൾ, ദർശനങ്ങൾ ഏറെ സഹായകരമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. തീർച്ചയായും ഈ 22ാമത് വാർഷികാഘോഷവും അദ്ദേഹത്തിന്റെ 137ാമത് ജന്മദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ മനുഷ്യൻ ഒന്നാണ് എന്ന ആശയം സാർവത്രികമായി ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയട്ടെ. തീർച്ചയായും അത്തരം ചിന്തകൾ ഫാസിസ്റ്റ് ശക്തികളുടെ വിളയാട്ടത്തിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഈ അന്തരീക്ഷത്തിൽ പരസ്പര സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റേതും ഒരുമയുടേതുമായ സന്ദേശം നമുക്ക് ഉയർത്തിപ്പിടിക്കാം. അതിന് ഏറ്റവും അധികം സഹായിക്കുന്നതാകട്ടെ ശുഭാനന്ദ ആശ്രമവും അദ്ദേഹത്തിന്റെ ദർശനങ്ങളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ശാസ്താംകോട്ടയിലെ ആശ്രമം ഇവിടെ ആരംഭിച്ചിട്ട് 22 വർഷം പിന്നിടുകയാണ്. അതിനിടയിൽ നമുക്ക് ഇത്രയധികം താഴേക്ക് പോയി പ്രവർത്തിക്കാൻ കഴിയുന്നു. ഏത് ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരെ ഒന്നായി കാണുവാനുള്ള ആത്മബോധം അതുതന്നെയാകട്ടെ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷത്തോടും കൂടി ഞാൻ നിങ്ങളുടെ ഈ വാർഷികാഘോഷം, അതിന്റെ മുഖ്യ പ്രഭാഷണം, അധ്യക്ഷ പ്രസംഗം ഒക്കെ സ്വാമികൾ ഇവിടെയുണ്ട്.
അത്തരം കാര്യങ്ങളെല്ലാം വിശദാംശങ്ങളിലേക്ക് സ്വാമിജികൾ പോകും. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഏറെ തിരക്കുള്ള സമയമാണ് ഇതെന്ന് നമുക്കെല്ലാം അറിയാം. നമ്മുടെ ബഹുമാനപ്പെട്ട എംപിക്കും തിരക്കുള്ള സമയം തന്നെയാണ്. തീർച്ചയായും ഈ പ്രോഗ്രാമിന് ക്ഷണിക്കുമ്പോൾ ഏത് തിരക്കിനുള്ളിലും പരസ്പരം അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനുമുള്ള മനസ്സാണ് ഞങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടെത്തിച്ചത്. തീർച്ചയായും ഈ ആശ്രമം കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് നന്മ വരുത്താൻ ഇടവരുത്തട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഞാൻ സ്നേഹവും മാനുഷിക മൂല്യങ്ങളും നഷ്ടപ്പെട്ട ഒരു വർത്തമാന കാലത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. പൂർണ്ണമായി അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. വർത്തമാന കാലഘട്ടം നമ്മളെ സൂചിപ്പിക്കുന്നതാണ്. മാനവികതയുടെ ഒക്കെ കാര്യം ഇവിടെ മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യൻ അവന്റെ ജന്മമാഹാത്മ്യം അറിയാതെ മൃഗതുല്യനായി അധപതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. സ്വന്തം ബീജത്തിൽ പിറന്ന മക്കളെ വിൽക്കുകയും പണസമ്പാദനത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കളുടെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യജന്മം ഏറ്റവും മഹനീയമായ ജന്മമാണ്. ഈശ്വര സൃഷ്ടിയിൽ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. മനുഷ്യൻ എന്നാൽ മനനം ചെയ്യുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഞാൻ ആരാണ്, എന്താണ് എന്റെ ജന്മോദ്ദേശം, ഈ ലോകത്തിൽ ഞാൻ എന്താണ് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, എന്റെ ആത്മാവിന്റെ ഉത്കൃഷ്ടമായ മോക്ഷത്തിന് എന്ത് കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത്, എന്റെ തൊട്ടടുത്തുള്ള എന്റെ സഹോദരൻ അവന്റെ നന്മയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇങ്ങനെയൊക്കെയുള്ള മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ പറഞ്ഞതുപോലെ അയലു തഴപ്പതിന് അതിപ്രയത്നം ചെയ്യണമെന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. ഇന്ന് അങ്ങനെയാണോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവനും പറഞ്ഞത്, അറിവുകേട് കൊണ്ട് നിന്നോടൊരാൾ ഒരപരാധം ചെയ്താൽ അറിവ് കൊണ്ട് നീ അത് ക്ഷമിച്ച് അവർക്ക് തിരിച്ചൊരു ഉപകാരം ചെയ്യണമെന്നാണ്. കർത്താവായ യേശു തമ്പുരാൻ ലോകത്തോട് പറഞ്ഞതും അതാണ്. ഇടത്തെ ചെകിട്ടിനടിക്കുന്നവൻ വലത്തെ ചെവിട്ടുകൂടെ കാണിച്ചു കൊടുക്കണമെന്നാണ്. അപ്പൊ സ്നേഹിക്കുവാനും പരസ്പരം അറിയുവാനും പരസ്പരം സംരക്ഷിക്കപ്പെടുവാനുമാണ് ഓരോ ഗുരുക്കന്മാരും നമ്മളെ ഉപദേശിച്ചതും. അത്തരത്തിലായി തീരുവാനുമാണ് ഓരോ മനുഷ്യ ജന്മങ്ങളും ഈ ലോകത്തിൽ. അതിനുവേണ്ടി തന്നെയാണ് അവന്റെ ജന്മവും. പക്ഷേ സ്വാർത്ഥമോഹങ്ങൾക്ക് അടിമപ്പെട്ട് നിസ്സാരങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിൽ കലഹിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് എങ്ങും കാണുവാൻ കഴിയുന്നത്. ഇന്ന് മയക്കുമരുന്നിന്റെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ വലുതാണ്. ഈ അടുത്ത കാലത്ത് കൊട്ടാരക്കരയിൽ ഒരു സ്കൂളിൽ എന്നെ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കുകയുണ്ടായി. ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ പ്രധാന അധ്യാപിക വളരെ വിഷമത്തോടുകൂടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ശരിക്കും വല്ലാണ്ടൊരു മനപ്രയാസത്തിൽ അകപ്പെട്ടു പോയി. എന്താണെന്ന് ചോദിച്ചാൽ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബാഗിൽ നിന്നും 500 മില്ലി ബ്രാൻഡ് കുപ്പിയാണ് പിടിച്ചെടുത്തത് എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ഇന്നത്തെ തലമുറ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടിയൊക്കെ എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ തലമുറയെ സംരക്ഷിക്കപ്പെടുവാനുള്ള ബാധ്യതയുള്ളവർ പോലും ആ തലമുറയെ വളരെ വേദനയോടുകൂടി ഹനിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെയും കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം മദ്യപാനവും വ്യഭിചാരവും ഹിംസയും പരോദ്രവും വിഗ്രഹാരാധനയും എന്ന 5 മഹാപാപങ്ങളിൽ നിന്നും ഒരു സമൂഹത്തെ പൂർണ്ണമായും മുക്തമാക്കി സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നവസമൂഹത്തെ പടുത്തുയർത്തിയ പരമാചാര്യനാണ് ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവൻ എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഇപ്പൊ ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്.
ഇതിൽ ഒരാൾ പോലും പൂർണ്ണമായും മദ്യത്തെ ഉപേക്ഷിച്ച് ഒരാൾ പോലും പിന്നെ ആ ഒരു വഴിയെ ചിന്തിക്കാത്ത ഒരു സമൂഹമാണ് ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അത്തരത്തിൽ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തെ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ ആ ജനനകാലവും അന്നത്തെ സാഹചര്യവും ഒക്കെ സാമുദായിക പശ്ചാത്തലവും ഒക്കെ ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിക്കട്ടെ. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിലും മനുഷ്യ മനസ്സുകളിൽ നഷ്ടപ്പെട്ടു പോയ ദിവ്യമായ ദൈവസ്നേഹം പുലർന്ന് നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ ആത്മബോധോദയ സംഘത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിന് യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ഇത് കഴിഞ്ഞ നവംബർ 7-ാം തീയതി മുതൽ 2018 നവംബർ 7 മുതൽ 2019 നവംബർ 7 വരെയുള്ള ഒരു വർഷക്കാലയളവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുഭാനന്ദ തപോശതാബ്ദി ആഘോഷം വളരെ വിപുലമായ നിലയിൽ നാടറിയത്തക്ക വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയതിന്റെ ഭാഗമായിട്ടാണ് ഭരണിക്കാവ് ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ 22ാമത് വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ തൃക്കൊടിയേറി അതിനുശേഷം ആശ്രമാങ്കണത്തിൽ നിന്നും പുറപ്പെട്ട ഭക്തിനിർഭരമായ രഥവാഹന ഘോഷയാത്ര ഏതാണ്ട് 60-65ഓളം കിലോമീറ്ററുകൾ പിന്നിട്ട് ഈ സായം സന്ധ്യയുടെ സുന്ദരമായ ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് ഈ സമ്മേളനം നടക്കുന്നത്. നമ്മൾക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മൾ അനുഭവിക്കുന്ന ശാന്തി, നമ്മൾ അനുഭവിക്കുന്ന സമാധാനം നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും എത്തിക്കുവാൻ ആത്മബോധോദയ സംഘസ്ഥാപകനാകുന്ന ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവന് കഴിയട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകളെ ഗുരുപാദ പത്മങ്ങൾ സമർപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. അത് ഇങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ വിപുലമാണ്, അനന്തമാണ് നമുക്ക് മനസ്സിലാവും. ആ ഒരു കീർത്തനം അസത്വമ സദ്ഗമയ തമസ്വമ ജ്യോതിർഗമയ മുത്യോമ അമൃതംഗമയ എന്ന ആ മഹാമന്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു വിഷമവും. അപ്രകാരം മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാനുള്ള ഒരൊറ്റ ജോലിയേ ഉള്ളൂ. അതിന് ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. മനുഷ്യനിലുള്ള മനുഷ്യത്വത്തെ എടുത്തു കാണിച്ചിട്ട് ഇതാണ് നീ മനുഷ്യ എന്ന് ബോധ്യപ്പെടുത്തും. അപ്രകാരം മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കഠിനത്യാഗം ചെയ്തൊരു പുരുഷായുസ് മുഴുവൻ പ്രയത്നിച്ച സമ്പൂർണ്ണ ത്യാഗിയായിരുന്ന ഭഗവാൻ ശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ പദകമലങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഗുരുപരമ്പരകളെ ആസ്വകരവും നമ്മളുടെ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും എല്ലാം പറയുന്നത് വന്ദേ ഗുരുപരമ്പര, പരമ്പരകളെ ആസ്വകരവും നമസ്കരിക്കുന്നു. അങ്ങനെ നമ്മളുടെ ഗുരുപരമ്പരകളെ ആസ്വകരവും നമസ്കരിച്ചു നമുക്ക് രക്ഷകനായി ഗുരുവായി, നമുക്ക് ഉദാഷ്ടതാവായി, ജ്ഞാനസമ്പൂർണനായി ഭഗവാൻ ഇന്ന് ഒരു ശരീരത്തിൽ വാഴും ദേവാനന്ദജി ഗുരുദേവ തിരുവടികളായി ആ പാദപത്മങ്ങൾ നമസ്കരിച്ചുകൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടി യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സ്വാമിജി ഗീതാനന്ദ സ്വാമിജി, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ അഭിമാനഭാജനമായ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, ബഹുമാനപ്പെട്ട MP അഡ്വക്കേറ്റ് ശോഭരാജ് അവർ, ഈ പഞ്ചായത്തിന്റെ പ്രഥമ പൗരൻ. ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായി നമ്മളുടെ കേരളത്തിന്റെ സാംസ്കാരിക ഇരുത്തത്തിൽ. നമ്മൾ വളരെയധികം കൊട്ടിഘോഷിക്കുന്നതാണ് ഭാരതീയ സംസ്കാരം, ബുദ്ധ സംസ്കാരം. ഋഷീശ്വരന്മാർക്ക് ഒരു കുഴപ്പവുമില്ല. സ്വാമി വിവേകാനന്ദൻ എന്ന് പറഞ്ഞു കേരളം ഭ്രാന്താലയമാണ്. എന്റെ ഒരു വലിയ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വിവേകാനന്ദൻ ഇന്ന് സംസാരിക്കുകയായിരുന്നു, ആ വിഷയത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നുവെങ്കിൽ കുറെ കൂടെ വടക്കോട്ട് നീക്കിയിട്ട് വളരെ ഉയർത്ത ഒരു പ്ലാറ്റ്ഫോം കെട്ടിയുണ്ടാക്കിയിട്ട് സ്വാമി വിവേകാനന്ദൻ പറയുമായിരുന്നു ഭാരതം ഭ്രാന്താലയമാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ അന്ന് കേരളത്തെ മാത്രമേ കണ്ടു. ഇന്ന് അദ്ദേഹം ഭാരതം ഭ്രാന്താലയമായിരുന്നു എന്ന് പറയുന്നു. ആ കാലഘട്ടങ്ങളിൽ സ്വാമി വിവേകാനന്ദനെ കൊണ്ട് കേരളം ഭ്രാന്താലയമാണെന്ന് വരവിച്ച ആ ഇരുണ്ട കാലഘട്ടത്തിൽ അടിമ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലം.
മൃഗങ്ങൾക്ക് എന്തെല്ലാം അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവന് വഴിയെ സഞ്ചരിക്കാം, പള്ളിക്കൂടത്തിൽ പോകാം, അമ്പലത്തിന്റെ മുറ്റത്തൂടെ സഞ്ചരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്ന, ആ മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തിരുന്ന ആ അവകാശങ്ങൾ പോലും അനുവദിച്ചു കിട്ടാത്ത ഒരു കൂട്ടം മനുഷ്യരാശികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് സ്കൂളിൽ പോയിക്കൂടാ. കുറെ കാലങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ സർക്കാർ സ്കൂളിൽ പോയിക്കോളാൻ പറഞ്ഞു. എന്നാലും ശരി, അന്നത്തെ ആശാന്മാരെ അയിത്തം വെച്ച് പുലർത്തിയിരുന്നു എന്നാ പറയുന്നത്. കാരണം പുറത്തൊരു പള്ളിക്കൂടമാണ്, അകത്തൊരു പള്ളിക്കൂടമാണ്. അകത്തെ പള്ളിക്കൂടത്തിൽ ഉയർന്ന ജാതിക്കാരെ ഇരുത്തി പഠിപ്പിക്കും, താഴത്തെ പള്ളിക്കൂടത്തിൽ അയിത്ത ജാതിക്കാരെ ഇരുത്തി പഠിപ്പിക്കും. അപ്പോൾ താഴെ ഇരിക്കുന്ന പിള്ളേരെ ശിക്ഷിക്കണമല്ലോ ഗുരുനാഥൻ. അതിന് ഒരു വടിയെടുത്തിട്ട് അവന്റെ ശരീരത്തിൽ ഇങ്ങനെ കല്ലങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ അപ്രാശം കൈവിട്ട് വടിയെ നീങ്ങി. കാരണം ആ വടിയെ കുടങ്ങാനും അയിത്തം ഇങ്ങോട്ട് കയറി വന്നാൽ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നരന് അശുദ്ധ വസ്തു പോലും, കരയിൽ നടപ്പ് നീണ്ടലാണ് പോലും നരകയുടമാണ്, അന്ത വാർത്താൽ അരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ എന്ന് കവിയെപ്പെട്ട് പറയിപ്പിച്ചു. ജാതി വ്യത്യാസമായിരുന്നു അതിന്റെ പ്രധാന കാരണം. എല്ലാം ഉത്പാദിപ്പിക്കുന്നത് വരെ അവന് പാടുപെടാനുള്ള അവകാശം. അറയിലേക്ക് കടന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് പാടുപെടാനുള്ള അവകാശമില്ല. അല്ല, അവന് അതേപ്പറ്റി ഒരു അധികാരവും ഇല്ല. കുത്തിക്കഴിഞ്ഞ് വീണ്ടും വരമ്പ് കുത്താനാണ് പിന്നെ അവനെ അന്വേഷിക്കുന്നത്. അതുവരെ അവന് കൊടുത്തിരുന്നത് കൂലിയേൻ. തകഴി ശിവശങ്കരപ്പിള്ള പറയുന്നുണ്ട്, പുരുഷന് 3 നാഴിയും സ്ത്രീക്ക് 1.5 നാഴിയും കൂലി. അതാണ് ഒരു കൂലിയേൻ. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ ജനിച്ചയാളാണ് ശുഭാനന്ദ ഗുരുദേവൻ. കുട്ടമ്പേരൂർ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ മാതാപിതാക്കന്മാർക്ക് പുത്രനായി ജനിച്ചു. പ്രസാദ് MP മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാർ സന്യാസിമാനം കുറഞ്ഞതുകൊണ്ടല്ല, അത്രയും കൂടെ സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ എത്ര സമയം എടുക്കാം? നിങ്ങളുടെ അഭിപ്രായം. അധ്യക്ഷനും സംഘാടകരും ഒന്നും എന്നോട് പറയണ്ട. എനിക്ക് എത്ര സമയം എടുക്കാം? നിങ്ങൾ സദസ്സിന്ന് പറയണം. സദസ്സിന്ന് പറയുന്നതനുസരിച്ചാണ് എന്റെ പ്രസംഗം നീട്ടണോ ചുരുക്കണോ എന്ന് തീരുമാനിക്കുന്നത്. എത്ര സമയം എടുക്കാം? ഒന്നും മിണ്ടുന്നില്ല. അതിന്റെ സാരം 10 മിനിറ്റിനകം നിർത്തണമെന്നാണ്. പിന്നെ വെരി ഗുഡ്. എത്ര സമയം വേണേലും എടുത്തോളാനാണ് പറഞ്ഞത്. സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ അധിക സമയം എടുക്കൂല. വളരെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഇപ്പോ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ സ്വാമിജി സംസാരിച്ച കൂട്ടത്തിൽ സ്വാമി എന്തോ ഒരു കമ്മ്യൂണിസ്റ്റ് തത്വം പറഞ്ഞിട്ട് പെട്ടെന്ന് പിൻവലിച്ചേച്ച് പറയും, സ്വാമിക്ക് കമ്മ്യൂണിസം പറയാമോ എന്ന് ചോദിച്ചു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ശുഭാനന്ദ ഗുരുദേവനെ സംബന്ധിച്ച് നവോത്ഥാന നായകന്മാർ എന്ന പുസ്തകത്തിൽ ഏറ്റവും സമഗ്രമായി മറ്റാരും എഴുതാത്ത രീതിയിൽ 3 പേജ് നിറയെ ശുഭാനന്ദ ഗുരുദേവനെ കുറിച്ച് എഴുതിയത് മാർക്സിസ്റ്റ് താത്വിക ആചാര്യനായിരുന്ന P. ഗോവിന്ദപിള്ള അവർകളാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിച്ച ഒരു സന്യാസിയാണ് ശുഭാനന്ദൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്ക് ആധ്യാത്മികമായി തിരിച്ചറിയുമ്പോൾ നീ നിന്റെ ശരീരത്തെ അറിയുക, നിന്നെ അറിയുക എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ഇസോ ഇല്ല, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. അവിടെയാണ് അതിന്റെ സവിശേഷത. പഠിക്കും തോറും അറിയും തോറും ഏറെ ഇനിയും അറിയാൻ ബാക്കിയുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു മഹാഗുരുവാണ് ശുഭാനന്ദ ഗുരുദേവൻ. ഞാൻ ആദ്യം അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനും അറിയാനും ശ്രമിച്ചത് തന്നെ ഇവിടെ ഞാൻ വന്നപ്പോ സ്വാമി പറഞ്ഞുകൊണ്ടെന്ന തപസ്സിനെ കുറിച്ചാണ്. ആ ഭാഗത്താണ് എനിക്ക് ആദ്യം പോകാനുള്ള ഭാഗ്യവും ഉണ്ടായത്. ഒന്നും അറിഞ്ഞിട്ടല്ല. ചെറുപ്പത്തിലെ ഇങ്ങനെ പത്രത്തിൽ കാണാറുണ്ട്, ശുഭാനന്ദ ആശ്രമം വാർഷികം, മന്ത്രി വരുന്നു, അവര് വരുന്നു. പക്ഷെ ഒന്നും പഠിച്ചിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല, ചിന്തിച്ചിരുന്നില്ല.
1983 എനിക്ക് സർക്കാർ ജോലി കിട്ടിയത് ഇടുക്കി ജില്ലയിലെ അടിമാലിയിലാണ്. അപ്പൊ എന്റെ ഒരു പ്രധാന വിനോദമാണ് അന്നും ഇന്നും ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു കാണുക എന്നുള്ളത് എന്റെ ഒരു വലിയ വിനോദമാണ്. മൈക്ക് നമ്മൾ ഒരുപാട് ദൂരെ വെച്ചിട്ടുണ്ട്. ഇത് ഭരണിക്കാവാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോലെ പെരുമാറുന്ന മാവിന്റെ തെക്കതിൽ MD ഫ്ലക്സ് സ്റ്റുഡിയോ അതിന്റെ കുറെ കമ്പനികളുണ്ട്. ഇതിനെ രാവിലെ വിളിച്ചിരുന്നൊക്കെ വന്നിട്ടുണ്ടൊക്കെ റോഡിൽ നിൽപ്പുണ്ട്. അങ്ങ് അറ്റം വരെ നിൽക്കുന്നുണ്ട്, എനിക്കറിയാം. ശ്രദ്ധിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദേശം സഞ്ചരിച്ച് കാണുന്നൊരു സ്വഭാവമുണ്ട്. 83 എനിക്ക് അങ്ങനെ സർക്കാർ ജോലി കിട്ടി. 84 ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ച് കാണുന്ന കൂട്ടത്തിൽ പീരുമേട്ടിൽ പോയി. പീരുമേട്ടിൽ പോകുന്ന കൂട്ടത്തിലാണ് ഈ പറഞ്ഞ ചിന്തലാർ എന്ന് പറയുന്ന മലയുടെ മടിത്തട്ടാക്കി വച്ചിരിക്കുന്ന, ആരെയോ സംരക്ഷിക്കാൻ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ തന്നെ സൃഷ്ടിച്ചു എന്ന് തോന്നപ്പെടുന്ന രീതിയിലുള്ള അതിമനോഹരമായൊരു പ്രദേശമാണ് ചിന്തലാർ. അപ്പൊ പീരുമേടെല്ലാം ഇങ്ങനെ കണ്ടുപോകുന്ന കൂട്ടത്തിൽ പഴയ സായിപ്പന്മാരൊരു ബംഗ്ലാവ് അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. അപ്പൊ അത് കണ്ടിട്ട് അന്നേരം ആളുകൾ പറഞ്ഞു, സായിപ്പന്മാരുടെ കാലഘട്ടത്തിലുള്ള പ്രേതങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പാടില്ല, നമുക്ക് വേഗം പോകണമെന്ന്. അത് കേട്ടപ്പോ എനിക്ക് ആവേശമായി. ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ പറഞ്ഞ കക്ഷികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ടൊന്ന് കണ്ടാ കൊള്ളാം എന്ന് പറഞ്ഞു കൂട്ടുകാർക്ക് ഭയം കയറി തുടങ്ങി. നിങ്ങൾ വേണേ പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നോളാം എന്ന് പറയും. എന്റെ കൂട്ടുകാരും കൂടെ രാത്രി ഞങ്ങൾ ഇവിടെ കഴിച്ചുകൂട്ടി. ഒരു പ്രേതവും വന്നില്ല. ഈ അഥവാ ചിലപ്പം വന്ന് നോക്കിയപ്പോ അവരെക്കാൾ വലിയ പ്രേതം അവിടെ ഇരിക്കുന്ന കണ്ട് പേടിച്ചു പോയി കാണും. ഏതായാലും ഒരെണ്ണവും വന്നില്ല. പിറ്റേന്ന് പകലാണ് ഈ ശീന്തലാറ് കാണാൻ പോയത്. അതിമനോഹരമായ ഒരു പ്രദേശം. 4 ചുറ്റിലും മലയുടെ മടിത്തട്ടായി താങ്ങി നിൽക്കുന്ന ചെറു അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിതാന്ത നിശബ്ദതയുടെ ഏകാന്ത ഭൂമിക. അപ്പോൾ അവിടുത്തെ ഗൈഡ് പറഞ്ഞു തന്നു. അവിടുത്തെ ഗൈഡ് മാത്രമല്ല, കുറെ സന്യാസിമാരെയും കണ്ടു. അവര് പറഞ്ഞു, ഈ കാണുന്ന മലമ്പുന്നയുടെ ചുവട്ടിലാണ് സ്വാമി ശുഭാനന്ദജി 12 കൊല്ലം തപസ് ചെയ്തത്. ആ 84 ആ വാക്യത്തിൽ നിന്നാണ് ശുഭാനന്ദ ഗുരുവിനെ പറ്റി പഠിക്കാനുള്ള പ്രചോദനം ഉണ്ടായത്. അപ്പൊ അവിടെ കൊണ്ടെത്തിച്ചതാണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ നിന്നാണ് പഠിക്കണമെന്ന് തോന്നിയത്. കാരണം ആ പ്രദേശം 84 ഞാൻ പോകുമ്പോൾ പോലും ഹിംസ്ര ജന്തുക്കൾ വേകുന്ന സ്ഥലമാണ്. കടുവയും പുലിയും ചെന്നായും ഒക്കെ വരുന്ന സ്ഥലമാണ്. ഒരു ഭീകരാന്തരീക്ഷമുള്ള സ്ഥലമാണ്. പകല് പോലെ നിൽക്കാൻ തോന്നാത്തൊരു സ്ഥലമാണ്. അവിടെ പോയി തനിച്ച് 12 വർഷം ആ ചെറുപ്രായത്തിൽ ഒരു മനുഷ്യൻ ഇരുന്നു എന്ന് പറയുമ്പോ ആ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയും ആ അവബോധത്തിനുള്ള പ്രയത്നത്തിന്റെ ഊർജവും ആർജവത്തെ കുറിച്ച് എനിക്ക് അന്നു തന്നെ അത്ഭുതം തോന്നി. അന്നു മുതൽ കുറെ പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പഠിച്ചു കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചു. ഒരിക്കൽ മാത്രം ശുഭാനന്ദ ആശ്രമത്തിൽ 1989 ഒന്ന് പോകാനുള്ള ഒരു അവസരമുണ്ടായെന്ന് പറഞ്ഞാല് ആ കാലഘട്ടങ്ങളിലെല്ലാം ശുഭാനന്ദ ആശ്രമത്തിന്റെ വാർഷികത്തിലെ ഒരു സർവമത സമ്മേളനത്തിൽ പ്രസംഗിച്ചിടുന്ന കരുനാഗപ്പള്ളി അബ്ദുസലീം മൗലവി എന്ന് പറഞ്ഞൊരു കക്ഷിയാണ്. 89 ആ കക്ഷിയെ പ്രസംഗിക്കാമെന്ന് ഏറ്റിരുന്നു. പക്ഷേ പുള്ളിക്ക് വയറ്റിളക്കം വന്ന് ആശുപത്രിയിലായിപ്പോയി. ഞങ്ങളുടെ വയറ്റിളക്കം എന്റെ ഭാഗ്യവുമായി. അതുകൊണ്ട് അതിന് പകരം ഞാൻ ശുഭാനന്ദ ആശ്രമത്തിൽ പോയി ഒരിക്കൽ അബ്ദുൽ സലീം മൗലയ്ക്ക് പകരം പ്രസംഗിക്കാൻ പോയ ഒരു അവസരമേ ആശ്രമത്തിൽ പോകാൻ ഇതുവരെ അവസരമുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഏറെ പഠിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. ലോകരാജ്യങ്ങളിൽ പലയിടത്തും പോകുന്ന സമയത്ത് എത്രയോ രാജ്യങ്ങൾ പോയിരിക്കുന്നു. അന്തമറ്റ രാജ്യങ്ങൾ, ഇതൊന്നും അഹങ്കാരത്തിന് പറയുന്നില്ല. ഇംഗ്ലണ്ട്, അമേരിക്ക, ജപ്പാൻ, ജർമ്മൻ എല്ലാ വർഷവും ഇങ്ങനെ പോകും. അവിടെ എല്ലാം പോകുമ്പോൾ പലപ്പോഴും, എല്ലാ വേദിയിലുമല്ല, പലപ്പോഴും മലയാളികളുടെ സംഘത്തോട് പ്രസംഗിക്കുന്ന സമയത്ത്, സംവദിക്കുന്ന സമയത്ത് അവരുടെ ആത്മീയ ബോധം ഉണർത്തേണ്ടുന്ന സാഹചര്യം വരുമ്പോൾ നിരന്തരം ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന 2 വരികളുണ്ട്. ആത്മാവിലീ ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ,
പരമാത്മാവുമായുള്ള ഒരാത്മബന്ധം. മഠാധിപതിയായിരുന്ന ആനന്ദജി ഗുരുദേവന്റെ വരികളാണ് അത് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു. ആനന്ദജി എന്ന് ഞാൻ പറയാറില്ല, ശുഭാനന്ദാശ്രമത്തിനൊരു പ്രാർത്ഥനയാണിത്. ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ള ഒരാത്മബന്ധം. അതുകൊണ്ട് തന്നെയാണ് പഞ്ചമഹാപാപങ്ങളിൽ പെടുത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് വിഗ്രഹാരാധന മഹാപാപമാണ്. കാര്യം എന്താണ്? വിഗ്രഹത്തെ ആരാധിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരെ മനസ്സിനെ നമ്മൾ മുറിവേൽപ്പിക്കുകയല്ല, അവരെ ചിന്തയ്ക്ക് നമ്മൾ തടയിടുകയല്ല. അവരാ മാർഗം തിരഞ്ഞെടുക്കുന്നത് അറിവിൽ അല്പം കുറഞ്ഞവർക്ക് ഏകാഗ്രത ഉണ്ടാക്കാൻ വേണ്ടി അവരെ മനസ്സിനെ കേന്ദ്രീകരിക്കാനാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് അവർ പറയും. സ്വാമി വിവേകാനന്ദൻ ഒരു രാജകൊട്ടാരത്തിൽ ചെന്നപ്പോ മഹാരാജാവ് ചോദിച്ചു, വിഗ്രഹാരാധനയെ നിങ്ങൾ എതിർക്കുന്നത് എന്തിനാണെന്ന് വിവേകാനന്ദനോട്. അദ്ദേഹം വിഗ്രഹത്തെ ആരാധിച്ചിരുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതൊരു മാനസികമായ ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് അതിന് രാജാവിനോടൊരു തെളിവ് പറഞ്ഞു കൊടുത്തത്, അവിടെ രാജാവിന്റെ ഒരു ചിത്രം വരച്ചു തൂക്കിയിരുന്നു. മന്ത്രിയോട് പറഞ്ഞ ആ ചിത്രം ഇഞ്ഞെടുക്കാൻ പറഞ്ഞു. മന്ത്രി ചിത്രമെടുത്തപ്പോ രാജാവിന്റെ മുമ്പിൽ വെച്ച് മന്ത്രിയുടെ കയ്യിലോട്ട് ചിത്രം കൊടുത്തിട്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ചിത്രത്തിലൊന്ന് തൂപ്പാൻ പറഞ്ഞു. തുപ്പുവോ? രാജാവിന്റെ ചിത്രത്തിൽ തുപ്പിയാൽ എന്തായിരിക്കും അവസ്ഥ? തലേ അങ്ങ് പോകും അല്ലേ? അന്നേരം രാജാവിന് കാര്യം മനസ്സിലായി. മലബാറുകാര് പാടും, ബുദ്ധിമൂർച്ചയുള്ളവർക്ക് അല്പവാചകം പോരെ കാര്യം മനസ്സിലാക്കാൻ എന്തിനാ കുറയേറെ. മാപ്പിളപ്പാട്ടാണ്. ബുദ്ധിമൂർച്ചയുള്ളവർക്ക് അല്പവാചകം പോരെ കാര്യം മനസ്സിലാക്കാൻ എന്തിനാ കുറേയേറെ. ഒരുപാട് പറയേണ്ട കാര്യമില്ല. രാജാവിന് കാര്യം മനസ്സിലായി. വിഗ്രഹത്തെ ആരാധിക്കുന്നവർ എന്തിനാണ് ശ്രീദാസാന്നോ? നീ മുമ്പോട്ട് വാ, ഞാൻ നിന്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അയ്യോ, മാവിന്റെതൊക്കെ ഇതിലെ അംഗങ്ങളെ കണ്ടില്ലേ, എനിക്ക് ഭരണിക്കായി വന്ന ഒരു സമാധാനവും ഇല്ല. ഇനി വാ, മുമ്പിൽ വാ, ഇവിടെ സീറ്റുണ്ട്, വാ. അതാണ്. അപ്പൊ എന്തിനാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നത്? രാജാവിന് പെട്ടെന്ന് മനസ്സിലായി. കാരണം ആ ചിത്രം രാജാവല്ല, രാജാവിന്റെ പ്രതിരൂപമാണ്. ആ പ്രതിരൂപത്തെ ആദരിച്ചുകൊണ്ടാണ് അതിൽ തുപ്പാൻ അവർ മടിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ സാങ്കത്യത്തിലേക്കും വിശദാംശങ്ങളിലേക്കും പോവുകയല്ല, മറിച്ച് ശുഭാനന്ദ ഗുരുദേവൻ തന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് പകരം നീ നിന്നെ അറിയാനാണ് പറഞ്ഞത്. അതാണ് അതിന്റെ പ്രാധാന്യം. അരുവിപ്പുറത്ത് ശില പ്രതിഷ്ഠിച്ചു തുടങ്ങിയ ഗുരുദേവൻ അവസാനം പ്രതിഷ്ഠിച്ചത് കണ്ണാടിയാണ്, കളവങ്കോട്. അതെന്തിനാ? നീ നിന്നെ തന്നെ കാണുക, നിന്നെ അറിയുക. ഇതാണ് നമ്മൾ കഷ്ടപ്പെട്ട് വ്രതമെടുത്ത് ഇടിമുടി കെട്ടും കെട്ടി ശരണം വിളിച്ച് 18 പട്ടിയും കയറി അങ്ങോട്ട് ചെന്നാൽ ശബരിമലയുടെ മുന്നിൽ നീല ബോർഡിൽ വെള്ള വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, തത്വം അസി, തത്വം അസി. അത് കാണാനായി പാടെല്ലാം പെട്ട് അങ്ങോട്ട് വന്നു. ശബരിമല വിവാഹത്തെ കുറിച്ച് മാത്രം ഇലക്ഷൻ ആയതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയത്തില്ല. അല്ലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഇലക്ഷൻ സമയത്ത് പറയാൻ പാടില്ല. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, എന്റെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോ അയ്യപ്പനും ബാബരും തമ്മിൽ ബാരിക്കേഡില്ലായിരുന്നു. അതുകൊണ്ട് ഈ ബാബർ നടയിലെ ബാരിക്കേഡ് എടുത്തു മാറ്റണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആവശ്യം. കാരണം അവര് തമ്മിൽ ബാരിക്കേഡില്ലല്ലോ. ബാരിക്കേഡുകളാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. അത് എനിക്കിപ്പോ അഭിപ്രായമായിട്ട് പറയാണ്. ശബരിമലയിലും ചെല്ലുമ്പോൾ എഴുതുന്നു തത്വം അസി, അത് നിന്നിലുണ്ട്. ഇതാണ് ശുഭാനന്ദ ഗുരുദേവൻ പഠിപ്പിച്ചത്. നീ നിന്നെ അറിയുക. നിന്നെ അറിയുമ്പോൾ അതിലൂടെ നീ ഈശ്വര സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരും. ഇതാണ് ലോകം മുഴുവൻ പഠിപ്പിച്ചത്. നബി തിരുമേനി പറഞ്ഞ മനോഹരമായൊരു വാക്ക്. ഭരണിക്കാവായതുകൊണ്ട് മൈക്കിൽ പലരും ശ്രദ്ധിക്കുന്നത് കൊണ്ട് ആദ്യം അറബിയിൽ പറയാം, പിന്നെ മലയാളത്തിൽ പറയാം. മന്നറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ആരൊരാളവിടെ ശരീരത്തെ തിരിച്ചറിഞ്ഞോ അവൻ അവന്റെ നാഥനെ തിരിച്ചറിഞ്ഞു. ഇത് തന്നെയല്ലേ ശുഭാനന്ദ ഗുരുവും പറഞ്ഞത്? നീ നിന്റെ ശരീരത്തെ അറിയുക. ശരീരത്തെ അറിയുമ്പോൾ നിന്റെ നാഥനെ, നിന്റെ സൃഷ്ടാവിനെ നീ തിരിച്ചറിയും. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ആ ശരീരത്തെ അറിയാനാണ് പരിശ്രമിക്കാൻ പഠിപ്പിച്ചത്. 12 കൊല്ലം സൂര്യനെ കാണാതിരുന്ന ആ മഹാമനീഷി 7ാമത്തെ വയസ്സിൽ 7 പ്രകാശരൂപങ്ങൾ, 7 പ്രകാശങ്ങൾ, 7 സത്തകൾ, 7 ആത്മരൂപങ്ങൾ, 7 സംസ്കാരങ്ങൾ, 7 സംസ്കൃതികൾ, ആ 7നെ എന്തെല്ലാം തരത്തിൽ
അഞ്ച് സംസ്കാരം, 7ാമത്തെ വയസ്സിൽ 5 സംസ്കാരങ്ങൾ, 5 രൂപങ്ങൾ, 5 പ്രകാശങ്ങൾ. ആ 5നെ എന്തിനെല്ലാം എങ്ങനെല്ലാം വ്യാഖ്യാനിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും പിടിയില്ല. പലതരത്തിൽ ഞാൻ വ്യാഖ്യാനിക്കാറുണ്ട്. അതെല്ലാം ആത്മാംശമായി പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ടു. സനാതന ധർമ്മത്തിന്റെ പാരമ്പര്യം എല്ലാം ഈ 5ൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിലൊന്ന് ബാലാർക്കനാണ്, ഉദയസൂര്യൻ. മധ്യാഹ്ന സൂര്യനല്ല. മധ്യാഹ്ന സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനാണ്, അങ്ങോട്ട് നോക്കാൻ പ്രയാസമാണ്. ബാലാർക്കനൊരു സവിശേഷതയുണ്ട്, മനുഷ്യൻ ഊർജം പകരുന്ന സാധനമാണ്. നിങ്ങൾ നോക്കേ, എന്താ ഭരണപരിഷ്കാര കമ്മീഷൻ ഏതാണ്ടൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ പാവം VS-നെ. 94 വയസ്സെങ്ങാണ്ടായി. നിങ്ങൾ ചെന്ന് നോക്ക്, മൂപ്പിലാന്റെ രാവിലത്തെ പരിപാടി എന്താണ്? രാവിലെ എഴുന്നേറ്റ് സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കും. കണ്ണീ കൂടെ ഊർജം കയറുന്നെന്നാ പറയുന്നത്. അതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം. ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിലൊന്നതാണ് രാവിലെ എഴുന്നേറ്റ് ബാലാർക്കനെ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് ഡോക്ടർമാരെല്ലാം പറയുന്നു, ജനിച്ച കുഞ്ഞിനെ ആദ്യ ദിവസങ്ങളിൽ സൂര്യകിരണമേൽപ്പിക്കണം. മാത്രമല്ല മുതിർന്നവരും രാവിലത്തെ സൂര്യനെ അതിന്റെ സൂര്യരശ്മി ഏൽക്കണം. കാരണം മനുഷ്യ ശരീരത്തിൽ ഇപ്പൊ വൈറ്റമിൻ D കുറവാണ് കേരളത്തിൽ. കാരണം വെയിൽ കൊള്ളുന്നില്ല. വെയിൽ കൊണ്ടാലേ വൈറ്റമിൻ D ഉണ്ടാകൂ. അത് കൊള്ളുന്ന പരിപാടി ഇല്ലപ്പോ. മധ്യാഹ്ന സൂര്യന്റെ ചൂടേക്കരുതെന്നുള്ള കാര്യം ഇപ്പൊ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യാഘാതം, വല്ലാത്ത ചൂട് തന്നെ. അതുകൊണ്ടാണ് വന്നപ്പോഴേ പ്രിയപ്പെട്ട വിജയാനന്ദൻ ചേട്ടൻ പറയും ഇങ്ങോട്ട് കയറിയിരിക്കാൻ, താഴെ ഇരുന്ന ഒരു സുഖമുണ്ട്, കാറ്റും കൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് അവിടെ ഇരുന്നത്. അപ്പൊ ബാലാർക്കനാണ് ഒന്ന്. ആ ബാലാർക്കന്റെ സൂചന എന്താണ്? ശ്രീരാമചന്ദ്രന്റെ ജന്മവംശം സൂര്യവംശമാണ്. അതാണ് സൂര്യപ്രഭവോ വംശ അല്പവിഷയാമതി ഉടുബേനാസ്മി സാഗരമെന്ന് കാളിദാസൻ പറയുമ്പോ സൂര്യപ്രഭവോ വംശ, സൂര്യവംശനായ ശ്രീരാമചന്ദ്രന്റെ വംശം എവിടെ? അല്പബുദ്ധിയായ ഞാൻ എവിടെ എന്നാണ് കാളിദാസൻ. അത് വിനയമാണ് ചോദിച്ചത് എവിടാ. അപ്പൊ സൂര്യവംശം, ശ്രീരാമന്റെ വംശം, ബാലാർക്കൻ സന്നിവേശിച്ചതിൽ ഒന്ന് അതാണ്. 2 ചന്ദ്രക്കലയാണ്. ആ ചന്ദ്രക്കല മൗലിയിൽ ചൂടുന്നത് ആരെന്ന് നമുക്കറിയത്തില്ലേ? സാക്ഷാൽ പരമശിവന്റെ അംശമാണ് ചന്ദ്രക്കല. ആ 3 നക്ഷത്രങ്ങൾ പറയുന്നു. നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ്? സൃഷ്ടി, സ്ഥിതിലയങ്ങളാണ്, ത്രിമൂർത്തികളാണ്. അതെ, വർത്തുളാകൃതിയിലുള്ള നീലപ്രകാശം എന്ന് പറയുന്നത് സാഗരത്തിന്റെ നീലിമയും അനന്താകാശത്തിന്റെ നീലിമയുമാണ്. പിന്നെ വെൺശംഖുമാണ്. വെൺശംഖെന്ന് പറഞ്ഞാൽ ശംഖിന്റെ ഉള്ളിലെ മാംസം ദ്രവിച്ചു പോയാലും ആ ശംഖ് സമൂർത്തമായി നിലനിൽക്കുന്ന, ശബ്ദപ്രക്ഷാളനം നടത്തുന്ന, സനാതന ധർമ്മത്തിന്റെ മന്ത്രമൂതൽ നടത്തുന്ന, വിശ്വാസത്തിന്റെ ദാർഢ്യം നൽകുന്ന വെൺശംഖ്. ആ ശംഖും ഉൾക്കൊണ്ടപ്പോൾ ശുഭാനന്ദ ഗുരുദേവൻ അപ്രത്യക്ഷനായാലും ആ ശംഖുലി ഇങ്ങനെ തുടരുകയാണ്. അതാണ് അതിന്റെ സാങ്കത്യം. മാത്രമല്ല അദ്ദേഹം ലോക സമുദ്ധരണാർത്ഥം വേദങ്ങളും വേദാന്തങ്ങളും തത്വങ്ങളും പറയാൻ തുടങ്ങിയപ്പോ നേരത്തെ പറഞ്ഞ കുറെ വർണ്ണവെറിയുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൽ ചിലത് അവശേഷിക്കുന്നുണ്ട്, പൂർണ്ണമായും മാറിയിട്ടില്ല. മാറ്റിയെടുക്കാൻ പ്രയാസമാണെന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ ഗുജറാത്തിലെ അലഹബാദ് ഹൈക്കോടതിയിൽ അടിച്ചമർത്തപ്പെട്ട വർഗത്തിൽപ്പെട്ട ഒരു ജഡ്ജി, അദ്ദേഹം സ്ഥലം മാറി പുതിയ ജഡ്ജി വന്നപ്പോൾ ആ പഴയ ജഡ്ജി ഇരുന്ന ജസ്റ്റിസിന്റെ കസേരയിൽ ഗംഗാജലം തളിച്ച വാർത്ത നമ്മൾ അടുത്ത കാലത്താണ് വായിച്ചത്. കോടതിയാണ്, ജഡ്ജിയുടെ കസേരയാണ്. ഈ ഭ്രാന്ത് എന്ന് മാറുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. ഇത് ഇന്നലെ തുടങ്ങിയ സോക്കേടല്ല. ചാതുർവർണ്ണ്യം അയാസൃഷ്ടമെന്ന് ഗീതയിൽ പറഞ്ഞ ചാതുർവർണ്ണ്യം അതിനെ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ആ ചാതുർവർണ്ണ്യം തൊഴിൽപരമായ വിഭജനമാണത്. അതിന്റെ ആന്തരാർത്ഥം എടുക്കുമ്പോ അതിന്റെ അർത്ഥം അടിയളന്ന് മനുഷ്യത്വം കണക്കാക്കാനല്ല.
ഇന്ന ജാതിയിൽ നിന്ന് 25 അടി 100 അടി 50 അടി അടിയളക്കാനല്ല ഭഗവത്ഗീത പറഞ്ഞത്. ചാതുർവർണ്ണ്യമയാ സൃഷ്ടം. തൊഴിലനുസരിച്ച് ഓരോരോ വിഭാഗങ്ങളായി തിരിച്ചു. ആ തൊഴിലിൽ നിൽക്കുന്നവർ ആ തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കണം. അതാണ് എന്റെ സാരം. ഇപ്പൊ ഒരാൾ അധ്യാപകരായി നിയോഗിക്കപ്പെട്ടു, അയാൾ ആ തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കണം. അങ്ങനെ ലോട്ടറി കച്ചവടത്തിന് പോകാൻ പാടില്ല, അങ്ങനെ വേറെ ബിസിനസ് ചെയ്യാൻ പാടില്ല. പോലീസായിട്ട് പോയാൽ ആ ജോലി ചെയ്യണം, മറ്റ് സൈഡ് ബിസിനസ്സിന് പ്രാധാന്യം കൊടുക്കരുത്. അതുകൊണ്ട് തൊഴിൽപരമായ ഒരു വിഭജനം മാത്രമാണ്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് എവിടം വരെ കൊണ്ടുചെന്നെന്ന് ആലോചിക്കണം. ജഡ്ജി ഇരുന്ന കസേരയിൽ ഗംഗാജലം തളിച്ചത് 21-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ പിന്നെ പറയണോ 19-ാം നൂറ്റാണ്ടിലെ കഥ പറയണം? വേദവും വേദാന്തസാരവും ശുഭാനന്ദ ഗുരുദേവൻ പറയാൻ തുടങ്ങിയപ്പോ അവർ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു മനഃപൂർവ്വമായി. പക്ഷേ ഞാൻ ആ വാക്ക് സാധാരണ ആവർത്തിക്കാറില്ല. എന്റെ ലേഖനങ്ങളിലോ എന്റെ പ്രസംഗങ്ങളിലോ എവിടെയും ഞാൻ ഒരിക്കലും പട്ടികജാതി എന്ന് പറയാറില്ല, എഴുതാറില്ല. പട്ടികജാതി എന്ന് പ്രസംഗിക്കാറില്ല. ദളിതരെന്ന് ഞാൻ പറയാറില്ല, പ്രസംഗിക്കാറില്ല, എഴുതാറില്ല. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് എന്ന് ഞാൻ പറയാറില്ല, പ്രസംഗിക്കാറില്ല, എഴുതാറില്ല. അടിച്ചമർത്തപ്പെട്ട വർഗമെന്നേ അന്നും ഇന്നും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അടിച്ചമർത്തപ്പെട്ട വർഗം. പക്ഷേ ആ വർണ്ണവെറിയുള്ളവർ ശുഭാനന്ദ ഗുരുദേവനെ വിശേഷിപ്പിച്ച ആ വാക്ക് ഞാൻ മനഃപൂർവമായി ആവർത്തിക്കുകയാണ്. മൃഗത്തെ ഭക്ഷിക്കുന്ന പറയന് ബോധമുണ്ടോ? ബോധമില്ലാതെ വേദം പറയാൻ കഴിയുമോ? ആ പ്രയോഗിച്ച വാക്ക് ബോധം എന്നതാണ്. ബോധം. ബോധമുണ്ടാകുമോ എന്ന് ചോദിച്ചതിന് ഗുരുദേവൻ പറയാതെ പറഞ്ഞ മറുപടിയാണ് ബോധം താനാദിയും ബോധം കൊണ്ടീ ലോകം ബോധത്താലേകത്വം ഏകമോക്ഷം. ബോധം എന്താന്ന് പഠിപ്പിക്കുക. ബോധം താനാദിയും ബോധം കൊണ്ടീ ലോകം ബോധത്താലേകത്വം ഏകമോക്ഷം. ബോധത്തിലെത്തി പ്രശോഭിച്ചിടുന്നവർ ഒഴിച്ചിടും ആത്മബോധം. ആപത്തൊഴിച്ചിടും ആത്മബോധം. എത്ര ബോധം അവിടെ പ്രയോഗിച്ചു നോക്കണം. എന്ത് ഭക്ഷിച്ചാലും ഏതു ജാതിയിൽ ജനിച്ചാലും ഉണ്ടാകേണ്ട ബോധത്തെ കുറിച്ചും ആ ബോധത്തിന്റെ പ്രയോജനവുമാണ് അദ്ദേഹം പഠിപ്പിച്ചു തന്നത്. ഈ ബോധമാണ് ഉണ്ടാകേണ്ടത്. ഏതു ജാതിയിൽ ജനിച്ചു എന്നല്ല. കേരളത്തിൽ പറ്റിപ്പോയ വലിയൊരു കുഴപ്പമാണത്. കേരളത്തിൽ മലയാളികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒത്തിരി ഗുണങ്ങളുണ്ട്. ആ ഗുണം ഞാൻ നല്ലതുപോലെ കണ്ടത് പ്രളയം വന്നപ്പോഴാണ്. എന്തുമാത്രം റിലീഫ് പ്രവർത്തനത്തിന് കേരളത്തിന് നാനാഭാഗത്തുനിന്നും ഒഴുകിയെത്തുകയായിരുന്നു. ഇവിടുന്നും പോയി, എല്ലാ നാട്ടിൽ നിന്നും പോയി. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ത്യാഗം അനുഭവിച്ച ഒരുപാട് പേര്. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ളതും കേരളത്തിലാണ്. സന്തോഷകരമായി അവരെ പരിപാലിക്കുന്നുണ്ട്. അനാഥാലയങ്ങളുള്ളത് ഇവിടെയാണ്, സഹവർത്തിത്വമുള്ളത് ഇവിടെയാണ്, കാരുണ്യമുള്ളത് ഇവിടെയാണ്. പക്ഷേ ചില കുഴപ്പങ്ങളുമുണ്ട്. നല്ലത് കാണൂല, നേർബുദ്ധി കുറവാണ്. ആ സ്വഭാവമുള്ളവരാണ് വർണ്ണവെറിയുടെ കണ്ണട ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. അത് മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. എന്തെന്നറിയുമോ? മലയാളത്തിൽ നമ്മൾ ആദ്യം എഴുതി പഠിച്ച അക്ഷരം ഏതാ? മലയാളത്തിൽ നമ്മൾ ആദ്യം എഴുതി പഠിച്ച ഹരിശ്രീ ഗണപതായ നമ എന്നുള്ളത് ആചാരപരമായി എഴുതുന്നതാണ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ അത് നമ്മുടെ ബോധമണ്ഡലത്തിൽ കടക്കുന്ന അക്ഷരമല്ല. മലയാളി ആദ്യമായി ബോധമണ്ഡലത്തിൽ കടത്തിയ അക്ഷരം റാ. പിന്നെ 2 റാ ചേർത്തൊരു അക്ഷരം പഠിച്ചു, താ. റായും ചേർത്ത് താ. മലയാളി ആദ്യമായി എഴുതി പഠിച്ച വാക്ക് ഏതാണെന്നറിയാമോ? താ കഴിഞ്ഞ് റാ. തറ. ഇതാണ് മലയാളി ആദ്യം പഠിച്ച വാക്ക്. ആ സ്വഭാവം ചെല്ലും മരിക്കുന്നവരെ കളയില്ല. ഈ തറ സ്വഭാവം കളയത്തേയില്ല. അവന്റെ ഉള്ളിലാണ് ഈ ജാതിയും വർണ്ണവെറിയും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും എല്ലാം വരുന്നത്. ഗുരുദേവനെ ജാതിയുടെ പേരിലാക്കി, ശുഭാനന്ദ ഗുരുദേവനെ അങ്ങനെയാക്കി, ആത്മവിദ്യാ സംഘത്തിന്റെ വാഗ്ബടാനന്ദനെ എല്ലാം ഓരോ ജാതിയുടെ പേരിലാക്കി പതിച്ചെടുത്ത് കളഞ്ഞു. ചിലത് അവർക്കാർക്കും ജാതി ഉണ്ടായിരുന്നില്ല. പ്രവിശാലമായ നീലാകാശം പോലെ
അവർ ലോകത്തെ കണ്ടു. ശുഭാനന്ദ ഗുരുദേവന്റെ ആശയങ്ങൾ അലയാഴിയുടെ ആഴവും മഹാവിഹായസിന്റെ വിശാലതയും ഗിരിനിരകളുടെ ഗിരിമയും ഉൾക്കൊള്ളുന്ന ആശയങ്ങളാണ്. അതുകൊണ്ടാണ് സ്വാമിയോട് ഞാൻ ആവശ്യപ്പെട്ടത് കീർത്തനങ്ങൾ തരണമെന്ന്. കീർത്തനങ്ങൾ തന്നു. അത് ഇന്ന് എഴുതി പഠിച്ച പാട്ടാണ് ഇപ്പൊ പാടിയത്. കംപ്ലീറ്റ് ഞാൻ വായിച്ചു കഴിഞ്ഞു. വീണ്ടും അതിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി, ഗുരുദേവൻ, ശുഭാനന്ദ ഗുരുദേവൻ സ്കൂളിൽ പഠിച്ചിട്ടേയില്ല. ആനന്ദജി 2ാം ക്ലാസ് വരെ പഠിച്ചു. അവരിൽ നിന്നാണ് അനർഗളമായ ഗംഗാ പ്രവാഹം പോലെ ഈ പറഞ്ഞ ബോധം. എന്തൊക്കെയാണ് ബോധം? ആ ബോധം ഉണ്ടായാൽ, ആത്മബോധം ഉണ്ടായാൽ ഉണ്ടാകുന്ന സവിശേഷതകൾ. ആ ശ്ലോകത്തിന്റെ ആശയം ഞാൻ വർണ്ണിച്ചാൽ എത്ര സമയം നിന്ന് പറയേണ്ടി വരും. ഈ ഒരു ശ്ലോകം ഗംഗാസരിത്ത് പോലെ പ്രവഹിച്ച ഈ കീർത്തനങ്ങളുടെ സൃഷ്ടാക്കൾ സ്കൂളിന്റെ പടി ചവിട്ടിയിട്ടില്ല എങ്കിൽ ഈ അറിവ് അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതിലുണ്ട് ഉത്തരമെല്ലാം. എല്ലാ ഉത്തരവും അതിന്റെ ഉള്ളിലുണ്ട്. അവരാത്മാവിനെ തിരിച്ചറിഞ്ഞവരാണ്, അതനുസരിച്ച് ജീവിച്ചവരാണ്. ഏറ്റവും പ്രധാനമായിട്ട് എന്റെ അനുഭവത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സംഭവം, ഞാൻ ഈ അടൂർ ചൂരക്കോട് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ കുറ്റിയിൽ രാജരാജേശ്വരി ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. NSSന്റെ കീഴിലാണ് ആ ക്ഷേത്രം. അവിടുത്തെ കഴകം, അദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ട കക്ഷിയാണ്. കുറച്ച് പ്രായമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ശബ്ദം പെട്ടെന്ന് താഴ്ന്നുപോയി. അദ്ദേഹം എന്റെ അടുത്ത് വന്നു. ഒരാഴ്ചയായിട്ട് ശബ്ദം താഴ്ന്നിരിക്കുന്നു. മരുന്നുകൾ പലതും ചെയ്തു നോക്കി, ശബ്ദം ഉയരുന്നില്ല. ഒരു ദിവസം ഞാൻ തൊണ്ട ഭംഗിയായിട്ട് പരിശോധിക്കാനുള്ള ENTയുടെ ലൈറ്റും സാധനം എല്ലാം കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് അടിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി, സംശയിച്ചു, ഇദ്ദേഹത്തിന് ത്രോട്ട് ക്യാൻസർ ആണ്. ഇതൊരുപാട് കണ്ടതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും. എനിക്ക് എക്സ്റേയും ബ്ലഡ് ചെക്കിംഗ് ഒന്നും വേണ്ട. ക്യാൻസറാന്ന് ഞാൻ സംശയിച്ചതൊക്കെ ക്യാൻസറാണ്. അല്ലാന്ന് ഞാൻ പറഞ്ഞതൊന്നും ക്യാൻസർ അല്ല. അവിടെ പ്രസാദ് എന്നും പറയുന്ന ഒരു ചുരക്കൂടനെ പ്രസാദ് എന്നും പറയുന്ന ചെറുപ്പക്കാരൻ, അവൻ പല്ലെടുക്കാൻ പോയപ്പോ ദന്ത ഡോക്ടർ പറഞ്ഞു ഈ പല്ലിന്റെ അടിയിൽ ഒരു മുഴ ക്യാൻസറാന്ന് സംശയമുണ്ട്, പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അവൻ വൈകുന്നേരം ഞാൻ വന്നപ്പോ ജംഗ്ഷനിൽ രാജേന്ദ്രന്റെ കടയിലിരുന്ന് കരച്ചിലോടെ കരച്ചിൽ. അവന് നിലവിളിച്ചുകൊണ്ടിരിക്കുക. അവന്റെ ബന്ധുക്കളും എല്ലാം കൂടി ഒന്ന് കൂട്ടാ നിലവിളി. ചുരക്കൂട്ടുകാരൊക്കെ സദസ്സിലുണ്ട്, അവർക്കറിയാം. ഇരുന്ന് നിലവിളിക്ക് രാജേന്ദ്രനോടൊക്കെ വെച്ച് മുകളിലത്തെ മക്കളോട് ചോദിച്ചാൽ അവരെല്ലാം പറഞ്ഞു തരും സംഭവം. ഭയങ്കര നിലവിളി. ഞാൻ ഇവിടുന്ന് പ്രസംഗം കഴിഞ്ഞ് വന്ന് രാത്രി 9:30 കടവാതിക്കല്ലെന്ന് കരയാ. കൊച്ചു മക്കളുണ്ട്, എങ്ങനെയുണ്ട് ജീവിക്കുമെന്ന് അറിയാമേ. ഞാൻ പറഞ്ഞു, രാജേന്ദ്രനോട് പറഞ്ഞു ഒരു ടോർച്ച് എടുക്കാൻ പറഞ്ഞു. ടോർച്ച് എടുത്തു, അയാളുടെ വായിക്ക് അടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നീ RCC പോയി ചെക്ക് ചെയ്ത് നിനക്ക് ക്യാൻസർ ഇല്ല, ഇത് ക്യാൻസർ അല്ല, ഉറപ്പായിട്ട് പറയാൻ കഴിയും. എന്തുകൊണ്ടോ അങ്ങനെ ഒരു അതീന്ദ്രിയമായ ഒരു ബോധം ചില രോഗങ്ങൾക്ക് എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം, ഗുരുക്കന്മാരുടെ കാരുണ്യം. അപ്പൊ ക്യാൻസർ അല്ല. പക്ഷെ ഈ മനുഷ്യന് ഈ കഴകത്തിന്റെ തൊണ്ടയിൽ ക്യാൻസർ ആണെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പായിരുന്നു. ഉറപ്പാണെങ്കിലും ഞങ്ങളെ സംശയമേ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞു RCC പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ശബ്ദം തെളിയണമെന്നുണ്ടെങ്കിൽ ത്രോട്ട് ക്യാൻസർ ആണ്, അത് മാറണമെന്നുണ്ടെങ്കിൽ RCC പോകാൻ പറഞ്ഞു. ഈ മനുഷ്യൻ എന്റെ അടുത്ത് അങ്ങ് പോയി. 1 കൊല്ലത്തേക്ക് ഇയാളെ കണ്ടതേ ഇല്ല. അപ്പൊ എന്റെ വിചാരം ഇദ്ദേഹം RCC പോയി കിടക്കാൻ ഗുരുതരമായി കാണും. ഇനി തട്ടിപ്പോയാൽ എന്തായാലും ചൂരക്കോടായിട്ട് ആരെങ്കിലും പറയും, ഒന്നുമല്ലേ സഞ്ചയനത്തിനെങ്കിലും വിളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ മരണം കഴിഞ്ഞാൽ പിന്നെ വീട്ടുവാതൊക്കെ കല്യാണക്കുറിയായിട്ട് നിൽക്കുമല്ലോ, എന്നാ വരേണ്ടെന്നും പറഞ്ഞ് അതെന്നെ ചിന്താക്കുഴപ്പത്തിലാക്കിയ ഒരു കാര്യമാണത്. വെഡിങ് കാർഡ് അടിക്കുന്നത് ഇംഗ്ലീഷിലും സഞ്ചയനക്കുറി പഠിക്കുന്നത് മലയാളത്തിലും. ഇതെന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വെഡിങ് കാർഡ് എല്ലാം ഇംഗ്ലീഷിലാണ്, കല്യാണത്തിലാരും ഇംഗ്ലീഷിൽ വരണമെന്നാണ്, മരണക്കുറി പഠിക്കുന്നതെല്ലാം മലയാളത്തിലുമാണ്. എന്താ അതിന്റെ വ്യത്യാസം? ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ട് എനിക്ക് എന്റെ കാര്യം ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അപ്പൊ ഈ മനുഷ്യനെ ത്രോട്ട് ക്യാൻസർ എന്നുള്ളത് എനിക്ക് ഏതാണ്ട് 100% ഉറപ്പായിരുന്നു. 1 കൊല്ലത്തേക്ക് മനുഷ്യനെ ഞാൻ കണ്ടതേയില്ല. 1 കൊല്ലം കഴിഞ്ഞപ്പം ഇദ്ദേഹം ഒരിക്കൽ ജംഗ്ഷനിൽ വെച്ച് എന്നെ കണ്ടു, ചൂരക്കോട് വെച്ച്. ഓടി വന്ന്, എന്താ മഹേഷ് എന്നായിരുന്നു മറ്റോ അദ്ദേഹത്തിന്റെ പേര്, വന്നിട്ട് എന്നോട് വർത്താനം പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഒച്ചയടപ്പ് മാറി. അപ്പൊ ഞാൻ ചോദിച്ചു, RCC പോയോ? ഇല്ല. സാറ് പറഞ്ഞു ക്യാൻസറാന്ന് പറഞ്ഞു, അത് ക്യാൻസറാന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. ഏതായാലും മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. ഞാൻ വല്ലപ്പോഴും ഈ മാവേലിക്കര ശുഭാനന്ദാശ്രമത്തിൽ പോകുന്ന ആളായിരുന്നു. അവിടെ ചെന്നങ്ങ് മരിക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയി താമസിക്കായിരുന്നു. 1 വർഷം കൊണ്ട് അങ്ങനെ ക്യാൻസർ അങ്ങ് മാറി. എന്നെ അത്ഭുതപ്പെടുന്ന സംഭവമാണ് അത് ഇന്നും. എന്തുകൊണ്ട് ഇത് മാറിയെന്ന് എനിക്ക് അറിയത്തില്ല.
അപ്പൊ എന്തോ ചില രഹസ്യം മനുഷ്യനറിയാത്ത എന്തെല്ലാം രഹസ്യങ്ങൾ കാണും. അപ്പൊ വർണ്ണവരിയുടെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടപ്പോ അദ്ദേഹം അത് ഒരു അലങ്കാരമായി തന്നെ സ്വീകരിച്ച് ആരോടും വിരോധമില്ലാതെ തന്റെ തത്വസംഹിതകൾ ലോകത്തിന് വിളമ്പാൻ തുടങ്ങി. ഇന്നിത് ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞ ആത്മാവിൽ ഈ ഭൂമിയിൽ ബന്ധമില്ല എന്ന ആ ശ്ലോകം ലോകത്തിൽ എവിടെല്ലാം മലയാളികളുണ്ടോ ആ മലയാളികൾക്കെല്ലാം അറിയാം. അത് പാടാത്ത അറിയാത്ത ഒരു മലയാളിയുമില്ല. ഏതു രാജ്യത്ത് എന്നാലും എല്ലാ മലയാളിക്കും അറിയാം. ഒരു പക്ഷേ ഇത് ആനന്ദ ഗുരുജി പറഞ്ഞതാണ്, ആനന്ദജി ഗുരു പറഞ്ഞതാണ് എന്നുള്ളത് അറിഞ്ഞില്ലെങ്കിലും ഇത് പാടാത്തവരാരുമില്ല. അപ്പൊ ലോകം മുഴുവൻ അവിടുത്തെ തത്വം പാടിച്ചില്ലേ? അതൊരു തത്വമല്ലേ? എല്ലാരും പാടുന്നില്ലേ? അത് ജാതി മത വ്യത്യാസമുണ്ടോ? എല്ലാവരെ കൊണ്ടും അത് പാടിക്കുന്നില്ലേ? അത് തന്നെ ഒരു ഉൽപ്പതിഷ്ണുത്വമല്ലേ ആ പറഞ്ഞത്? നീ നിന്റെ ശരീരത്തെ അറിയുക, എന്നാൽ നീ ദൈവത്തെ അറിയുക. ആനന്ദജി ഗുരു ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ നിന്നെ അറിയുന്നതോടൊപ്പം അന്യരെ സ്നേഹിക്കുകയും ചെയ്യുക, അപ്പോൾ ദൈവം നിന്റെ ഹൃദയത്തിൽ വസിക്കും. അന്യരെ സ്നേഹിക്കാനാ പഠിപ്പിച്ചത്. അങ്ങനെയാണോ ഇന്നത്തെ പല പുരോഹിത വർഗവും ചെയ്യുന്നത്? കണ്ടു പഠിക്കേണ്ടതല്ലേ? കേട്ട് പഠിക്കേണ്ടതല്ലേ? ഏത് മതഗ്രന്ഥത്തിലാണ് ഈ സ്വാർത്ഥത പഠിപ്പിച്ചത്? നിന്നെ അറിയാൻ പഠിപ്പിക്കാത്ത ഒരു മതങ്ങളും ഈ ഭൂമിയിലില്ല. അന്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത ഒരു മതങ്ങളും ഈ ഭൂമിയിലില്ല. പക്ഷെ അത് പ്രവർത്തിക്കില്ല എന്ന് മാത്രം. വേഷം കെട്ടലാണ്. അയ്യോ, ആകെ വേഷം കെട്ടലാണ്. ഇന്നൊരുത്തനെ പിടിച്ചിട്ടുണ്ട് 9 കോടി ചില്ലറ രൂപയുമായിട്ട്. മറ്റവനെ ഇറക്കാൻ ശ്രമിച്ച സാധനമാണ്. അതാണ് ഞാനൊരിക്കൽ അമേരിക്കയിലെ ഡള്ളാസിൽ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് ഞാന് വസിഷ്ഠ സുധ എന്ന ഗ്രന്ഥം വായിക്കായിരുന്നു. ദാസേട്ടനാണ് പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ ആ പുസ്തകം തന്നത്, വസിഷ്ഠ സുധ. അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വസിഷ്ഠ സുധയിൽ ഒരു ഭാഗത്ത് പറയുന്നു, മനുഷ്യൻ മരിക്കാൻ നേരം എന്താഗ്രഹിക്കുന്നു അവൻ അതായിത്തീരും അടുത്ത ജന്മം. അതൊരു വലിയ പോയിന്റാണ്. ഇപ്പൊ മരിക്കാൻ നേരം നമ്മൾ ആലോചിക്കേണ്ട ബാങ്കിൽ കിടക്കുന്ന കാശ് ആർക്ക് കൊടുക്കണമെന്ന് ആലോചിച്ചാൽ മിക്കവാറും നമ്മൾ ബാങ്കിലെ വാച്ചറായിട്ട് അടുത്ത ജന്മം വരാം. ചെല്ല് മരിക്കാൻ നേരം അടിച്ച മറ്റേതിനെ കുറിച്ചാണ് ഓർക്കുന്നെങ്കിൽ അടുത്ത കൊല്ലം നിങ്ങൾ മിക്കവാറും ബിവറേജിലെ സപ്ലയർ ആവും. മരിക്കാൻ നേരം എന്താലോചിക്കുന്നു അതായി തീരുമെന്ന് വസിഷ്ഠതയിൽ കണ്ടപ്പോ ഞാൻ മനസ്സിൽ ചിന്തിച്ചുപോയി, ഈ തത്വം വിശ്വസിക്കുന്നവരാരെങ്കിലും എന്നോടൊന്ന് ചോദിക്കുക, സാറേ ഡോക്ടറെ മരിക്കാൻ നേരം എന്താകണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും പറയേണ്ടത്. ഡള്ളാസിലാണ് അമേരിക്ക. ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത വീട്ടിലൊരു സായിപ്പ് ഒരു പട്ടിയെ വളർത്തുന്നു. എയർ കണ്ടീഷൻ റൂമിലാണ് പട്ടിയെ ഇട്ടിരിക്കുന്നത്. രാവിലെ സ്നാക്സ്, ഉച്ചയ്ക്ക് അതിനേക്കാൾ കൂടിയ ഭക്ഷണം, വൈകിട്ട് അതിനേക്കാൾ കൂടിയ ഭക്ഷണം, നല്ല എയർ കണ്ടീഷൻ. പട്ടിക്ക് എന്തെങ്കിലും ഷോക്കേട് വന്നാൽ ഉടനെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സർജൻ നോക്കും. ഭാര്യയും ഭർത്താവും കൂടെ ഉമ്മ കൊടുക്കുന്നു, തടവുന്നു, തലോടുന്നു. ആരെങ്കിലും ചോദിച്ചാൽ പറയണമെന്ന് എനിക്ക് ആദ്യം തോന്നി, അമേരിക്കയിൽ ഒരു വളർത്തുനായായിട്ട് ജനിച്ചാൽ കൊള്ളാം എന്ന് ചിന്തിക്കണം തോന്നി. പിന്നെ ഞാൻ ആലോചിച്ചു, ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇതിനെ കൂട്ടിനകത്ത് അടച്ചിട്ടിരിക്കില്ലേ, സ്വാതന്ത്ര്യം കിട്ടൂലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാ കുറെ കൂടെ സ്വാതന്ത്ര്യമുള്ള നായ്ക്കളുള്ളത് കേരളത്തിലല്ലേ, തെരുവു നായ്ക്കൾ. എന്തും തിന്നാൻ കിട്ടും, ആരെയും കടിച്ചു പറിക്കാം. മാത്രമല്ല താലോലിക്കാൻ കുറെ പെണ്ണുങ്ങളുമുണ്ട്. കേന്ദ്രത്തിലൊരു മന്ത്രിയുണ്ട്, മനുഷ്യനെ കൊന്നാൽ അവർ അന്വേഷിക്കത്തില്ല, പട്ടിയെ കൊന്നാൽ അവിടെ നിങ്ങി വരും. മാത്രമല്ല നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗിൽ അവതാരം ഉണ്ടായിരുന്നല്ലോ, ചെവിയിൽ ഉറിയും കലവും കെട്ടി തൂക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സാധനം. അവൾക്ക് വലിയ ദാരിദ്ര്യമാ, തുണി വാങ്ങിക്കാൻ കാശ് കുറവാണ്. അങ്ങനത്തെ അവളും തെരുനായെ സ്നേഹിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയണം, കേരളത്തിലെ ഒരു തെരുവുനായായിട്ട് ജനിക്കാം അടുത്ത ജന്മത്തിൽ നിന്ന്, മരിക്കാൻ നേരം അത് ആഗ്രഹിച്ചാൽ മതി. അപ്പോഴും ഞാൻ വിചാരിച്ചു, തെരുവുനായ ചിലപ്പോ വന്ധ്യംകരിച്ചു കളയൂലേ, അത് വേണ്ട. എന്ന സർവ്വ സ്വാതന്ത്ര്യമുള്ള ഏറ്റവും നല്ലൊരു ജന്മം, അടുത്ത ജന്മത്തെ കിട്ടാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല ജന്മം ആഗ്രഹിക്കാൻ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ജലന്ധർ ബിഷപ്പായിട്ട് ജനിക്കാൻ ആഗ്രഹിച്ചാൽ മതി. എന്തും ചെയ്യാം, ആരെയും കയറി ഏത് കാര്യത്തിലും ചെയ്യാം. സംരക്ഷിക്കാൻ ഇഷ്ടം പോലെ ആള്. ഈ കള്ളനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്ന വേഷധാരിക്കാണ് ഇന്ന് 9 കോടി രൂപയുമായിട്ട് പിടിച്ചിരിക്കുന്നത്. പിടിച്ചതേ ഉള്ളൂ, നാളെ ജാമ്യത്തിൽ ഇറങ്ങും, മറ്റന്നാ കേസും തള്ളും. അവർക്ക് ഇവിടെ കാലമുള്ളൂ.
വേഷം കെട്ടുന്ന പുരോഹിത വർഗത്തിന്. അയ്യോ, തുളിക്കോടൊരു മുസ്ലിയാര് കാണിച്ചത് കണ്ടില്ലേ? 15 വയസ്സുകാരി പെണ്ണിനെ കൊണ്ടുപോയി ഇന്നോവ കാറിനകത്ത് കാടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. അങ്ങനെ പ്രസംഗത്തിന്റെ CD-യും പിന്നെ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണു നിറഞ്ഞു പോകും. ഉയ്യോ, എന്തുമാതിരി പ്രസംഗമാണെന്നറിയോ? അവസാനം ഒളിച്ച് മുങ്ങി മധുരേന്ന് പിടിച്ചപ്പോഴത്തേക്ക് കാച്ചി മുടിയും പഠിച്ച തൊപ്പിയും എടുത്ത് കുപ്പായവും ഉരി നല്ല ടീഷർട്ടും ഇട്ട് ഫ്രീക്കൻ വേഷത്തിൽ വന്നിരിക്കുന്നു. പക്ഷെ കയ്യിൽ വളയുണ്ടായിരുന്നു, 2 കൈയിലും. ഈ വള തമ്മിലിടയ്ക്ക് ഒരു ചെങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ആത്മാവിനെ തിരിച്ചറിഞ്ഞ ശുഭാനന്ദ ഗുരു പറഞ്ഞതുപോലെ, നീ നിന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞാൽ, നീ അന്യനെ സ്നേഹിച്ചാൽ, അവരെ സഹായിച്ചാൽ, മനുഷ്യത്വം എന്ന വികാരം നിന്റെ ഉള്ളിലുണ്ടായാൽ, നീ പുരോഹിതനാകണ്ട, മനുഷ്യനായാൽ മതി. അതാണ് ഗുരുദേവന്റെ സന്ദേശം. നീ മനുഷ്യനായാൽ മതി, അവിടെ സമ്പൂർണമാകാം. ഈ വേഷം കെട്ടലുകൾ, പൗരോഹിത്യ വേഷം ജനങ്ങളെ ചാക്കിടാൻ പറ്റിയ വേഷമാണെന്ന് എത്ര തവണ നമുക്ക് മനസ്സിലായി. കൊട്ടാരക്കരക്കടുത്ത് ചെങ്ങമ്മനാട് എന്നൊരു സ്ഥലത്ത് ഒരു നല്ല ഉപദേശിമാരുണ്ട്. വേദപുസ്തകവുമായി നടന്ന് മനുഷ്യനെ നന്മ പഠിപ്പിക്കുന്ന, ജീവിതം ത്യാഗത്തിനായി ജീവിച്ച എത്രയോ പുരോഹിതന്മാരുണ്ട്, എത്രയോ ഉപദേശിമാരുണ്ട്. അവരെയൊന്നും മറന്നിട്ട് ഞാൻ പറയുകയല്ല. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളും എന്റെ മുന്നിലുണ്ട്. ഈ ചെങ്ങമ്മനാട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അങ്ങാരെ ജോലി വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഭിത്തിയിൽ എഴുതി വെക്കും. നല്ല കാര്യമാണെന്ന് എന്റെ അഭിപ്രായം. ഗീതാവചനങ്ങൾ ചിലരെഴുതി വെക്കും, നബിവചനങ്ങൾ എഴുതി വെക്കും, ഖുർആൻ വചനങ്ങൾ എഴുതി വെക്കും. അങ്ങനെങ്കിലും വായിച്ചെന്ന് പഠിക്കുന്നത് നല്ല കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം. ഇയാര പരിപാടി വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കും. ആ എഴുതി വെക്കുന്നത് പലപ്പോഴും ചിന്താധാരയെ തീപിടിപ്പിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഞാൻ കാറിൽ ഇങ്ങനെ പോകാം. നമ്മുടെ പന്തളം കുളനട കഴിഞ്ഞിട്ട് ചെങ്ങന്നൂരിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്, മാന്തുക എന്ന് പറയാം. അതിലെ പോകുന്നവരെല്ലാം മാന്തും എന്നല്ല, സ്ഥലത്തിന്റെ പേരാണ് മാന്തുക. തലപടി എന്ന് പറയാൻ അവിടെ ചെന്ന് എല്ലാവരും തലപടിച്ച് കളയത്തില്ലല്ലോ. അതുപോലെ മാന്തുകയുടെ കാർ ഓടിക്കുന്ന സമയത്ത് റോഡ് സൈഡിലെ ഭിത്തിയിൽ, ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വരി ഇതാണ്: ഇപ്പോൾ നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയാണ്? സഡൻ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ചു നേരം ആലോചിച്ച് നോക്കി എങ്ങോട്ടായിരിക്കും പോകുന്നത്. ഒരു പിടിയും കിട്ടിയില്ല. വാചകങ്ങൾ നല്ല നമ്മളെ ചിന്തിപ്പിക്കും. ഈ ഉപദേശി ഇങ്ങനെ വരികൾ എഴുതി നടക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നട്ടലിന് ക്യാൻസറായി, നടക്കാൻ വയ്യ, വീൽ ചെയറിൽ വെച്ച് ഉരുട്ടിക്കൊണ്ട് നടക്കുക. അവളെ സേവിക്കാൻ വേണ്ടി, ഭാര്യയെ സേവിക്കാൻ വേണ്ടി 24 മണിക്കൂർ വീട്ടിൽ നിൽക്കുന്ന ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്നു. പാവം ഹോം നേഴ്സുമാർ. അവരാരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്നെങ്കിൽ അവൾ നമ്മുടെ സഹോദരിയാണ്, അവൾ നമ്മുടെ മകളാണ് എന്ന ചിന്തയെ വരാവൂ. കാരണം അവർ വയറ്റിപ്പഴപ്പിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി വേഷം കെട്ടി വരുന്നവരാണ് അവർ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നതെന്നുള്ള ആ കർത്തവ്യ ബോധത്തോടുകൂടി, സമർപ്പണത്തോടുകൂടി ആ സമൂഹത്തെ നമ്മൾ കാണണം. ഈ ചെറുപ്പക്കാരിയായ പെണ്ണ് വന്നു, ഒറ്റ രാത്രിയെ നിന്നുള്ളൂ. പിറ്റേന്ന് രാവിലെ അവൾ പോകാൻ തയ്യാറെടുത്തു. അവൾ എയർ ബാഗിനകത്ത് സാധനമെല്ലാം എടുത്തോട്ട് മുറ്റത്തിറങ്ങിയപ്പോ ഉപദേശിയുടെ കൊച്ചമ്മ വീൽ ചെയറിൽ ഇരുന്നോണ്ട് ചോദിച്ചു, മോളെ നീ എന്താ പൊക്കളയാണെന്ന് ചോദിച്ചു. പൊന്നു കൊച്ചമ്മ, ഇവിടെ താമസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതെന്താ, അയാൾ വല്ല ഉപദ്രവത്തിനും വന്നോ? ഒരു ഉപദ്രവത്തിനും വന്നില്ല. വേദപുസ്തകത്തിലെ വരികൾ വന്ന് ഞാൻ കിടക്കുന്ന മുറിയിൽ എഴുതി വെച്ചത്. വേദപുസ്തകത്തിലെ വരികൾ കണ്ട് പേടിച്ചോടണമെന്നുണ്ടെങ്കിൽ അത് വല്ല സാത്താനുമായിരിക്കട്ടെ. നീ വല്ല സാത്താന്റെ കുഞ്ഞുമാണോ? അല്ല. അയാൾ എഴുതി വെച്ച വാക്യം എന്താന്ന് കൊച്ചമ്മയെ ഞാൻ കാണിച്ചു തരാം. വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് മുറിയിൽ കൊണ്ടുവന്നപ്പോ അയാൾ എഴുതിയിരിക്കുന്ന ബൈബിളിലെ വാക്യം തന്നെ യേശുവിന്റെ 2ാം വരവിനെ കുറിച്ചുള്ള വാക്യമാ. വാക്യം ഇങ്ങനെയാണ്: യജമാനൻ പാതിരാവിൽ വരും, ഉറക്കമൊഴിഞ്ഞു കാത്തിരിക്കുക. പെണ്ണ് താമസിക്കാൻ പറ്റുമോ? എന്റെ ദൈവമേ, പണ്ടൊരാൾ മതപ്രസംഗം പറഞ്ഞു, വളരെ കാലം മുമ്പാണ്. അന്ന് പറഞ്ഞു, സ്ത്രീ പുരുഷന്മാർ ചേർന്ന് ചെയ്യുന്ന ഗുരുതരമായ തെറ്റ്, ആ തെറ്റു ചെയ്യുന്നവരെല്ലാം അങ്ങ് മരിച്ചു ചെല്ലുമ്പോ പടച്ചു തമ്പുരാൻ നരകത്തിലാക്കും. ആ നരകത്തിൽ വലിയ മുള്ളുമരമുണ്ട്. അതിന്റെ ഓരോ മുള്ളും ഇത്രശ വലിപ്പം വരുന്നു. ഈ മുള്ളുമരത്തിൽ കൊണ്ട് ഈ തെറ്റ് ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരെ വിവസ്ത്രരാക്കി മുള്ളുമരത്തിന് മുകളിൽ കയറ്റും, താഴോട്ട് വലിക്കും, പിന്നെ മുകളിൽ കയറ്റും, താഴോട്ട് വലിക്കും. സദസ്സെല്ലാം തീരുമാനിച്ചു, വാക്കുകൊണ്ടും നോക്കുകൊണ്ടും അങ്ങനെ ഒരു തെറ്റു ചെയ്യരുതെന്ന്. കാക്ഷി പ്രസംഗമെല്ലാം കഴിഞ്ഞ് അവിടെ കിടന്നു. കാട്ടിൽ ഇന്നോവയും കൊണ്ടുപോയ ശേഷം സാധനമാണ്. കിടന്നു. രാത്രി ആയപ്പോ ഇങ്ങാര് മെല്ലെ എഴുന്നേറ്റ്, ഇങ്ങാർക്ക് അവിടെ ഒരു ഇടപാടുണ്ട്. രാത്രി 2:30 വാതിൽ മുട്ടിയേച്ച് പറഞ്ഞു, സൈനവാ വാതിൽ ഉറക്കാൻ പറഞ്ഞു.
അവള് പറഞ്ഞ് ഞാൻ തുറക്കത്തില്ല, എനിക്ക് വയ്യ മുള്ളുമരത്തെ കയറാലും മതിയാലും. ഒട്ടന്റെ ഈ പരമ കള്ളം പറഞ്ഞ എന്താണെന്നറിയാമോ? നമുക്ക് മുമ്പുള്ള അനേകരെ വലിച്ച് മുള്ളെല്ലാം തേഞ്ഞിരിക്കും, നീ തുറന്നോളാൻ. ഇതാണ് പരിപാടി. ഇതൊരു സമുദായമല്ല, രണ്ടു സമുദായമല്ല, എത്രയോ സമുദായങ്ങളിൽ 5000 കൊല്ലം പഴക്കമുണ്ടെന്നാ പറയുന്ന വാത്മീകി രാമായണം വന്നിട്ട് ചിലര് കമ്പ്യൂട്ടർ വെച്ച് ഗ്രാഫിക്ക് കണക്ക് കൂട്ടി വാത്മീകി രാമായണത്തിന് 5000 കൊല്ലം, ഭഗവത്ഗീതയ്ക്ക് 4000 കൊല്ലം എന്നൊക്കെ കണക്ക് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഈ ഭഗവത്ഗീതയും രാമായണവും ഒക്കെ ഉണ്ടായ കാലം എന്നാണെന്ന് ആർക്കും ഗണിച്ചെടുക്കാൻ പറ്റില്ല. അതിന്റെ കാലഗണന നിശ്ചയിക്കുന്നത് ആന മണ്ടത്തരമാണ്. എത്ര 1000 കൊല്ലമായി? 5000-മല്ല 10,000-മല്ല, അതിനും അപ്പുറം പോയി. എങ്ങനെ മനസ്സിലാക്കാം? ആദ്യം വ്യാസമുനി വേദങ്ങളെ വ്യസിപ്പിച്ചു, ചതുർവേദങ്ങളെ വ്യസിപ്പിച്ച വ്യാസമുനി ആ ചതുർവേദങ്ങളിൽ ഇറുക്ക് ഒന്നാമത്തെ വേദം, സാമം ഇറുക്ക്, യജുസ്, സാമം, അഥർവം. അഥർവം അവസാനത്തെ വേദം. അവസാനത്തെ വേദത്തിന്റെയും ഉപവേദമാണ് ആയുർവേദം. ആ ആയുർവേദത്തിന്റെ പ്രാരംഭത്തിൽ ആചാര്യൻ രേഖപ്പെടുത്തിയത് ബ്രഹ്മാസ്മൃത്വ ആയുഷോ വേദം. ബ്രഹ്മാവ് ഓർമ്മയിൽ നിന്ന് പറഞ്ഞു. ബ്രഹ്മ ഓർമ്മയിൽ നിന്ന് പറഞ്ഞെങ്കിൽ നേരത്തെ പഠിച്ചു വെക്കാതെ ഓർമ്മയെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഈ ശ്ലോകങ്ങളും കവിതകളും ഇതെല്ലാം പ്രസംഗിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പഠിച്ചു വെക്കണം. പഠിച്ചു വെക്കാതെ പ്രസംഗിക്കാൻ പറ്റൂല. എങ്കിലേ ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റൂ. ബ്രഹ്മ ഓർമ്മയിൽ നിന്ന് പറഞ്ഞെങ്കിൽ ഇതെല്ലാം നേരത്തെ പഠിച്ചു വെച്ചിട്ടില്ലേ? അപ്പൊ ബ്രഹ്മാവിന് മുമ്പേ വേദങ്ങൾ ഉണ്ടായെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇതെന്നുണ്ടായി? ഈ രാമായണം എന്തുണ്ടായി? ഭഗവത്ഗീത എന്നുണ്ടായി? 4000 7000 ഒന്നുമല്ല. അതിന്റെ പഴക്കം എനിക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അത്ര പഴക്കമുള്ള വാത്മീകി രാമായണത്തിൽ അതിമനോഹരമായ ഗ്രന്ഥം. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ, അമേരിക്കയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ സാഹിത്യ സമ്മേളനത്തിന് പോയപ്പോ ലൈബ്രറിയിൽ ഇങ്ങനെ കടന്നു നോക്കുമ്പോൾ ഹിസ്റ്ററി ഓഫ് പോയട്രി, കവിതയുടെ ചരിത്രം, അതിന്റെ 3-ാം പേജിൽ എഴുതി വെച്ചിട്ടുണ്ട് ദ ഫസ്റ്റ് പോയട്രി മാൻകൈൻഡ് ക്രിയേറ്റഡ് എവർ നോൺ ഈസ് വാത്മീകി രാമായണ. ഞാനത് വായിച്ചപ്പോ അറിയാതെ അവിടെ നിന്ന് അങ്ങ് പൊങ്ങിച്ചാടിപ്പോയി. എന്നിട്ട് വട്ടം നോക്കി ആരെങ്കിലും കണ്ടോന്ന്. ഇവങ്ക ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് എന്തോ കുഴപ്പം പിടിച്ച് നാട്ടുകാർ വിചാരിക്കത്തില്ലേ? എങ്ങനെ പൊങ്ങിച്ചാടാതിരിക്കും? മനുഷ്യ നിർമ്മിതമായ ആദ്യത്തെ കാവ്യം വാത്മീകി രാമായണമാണ്. നിഷാദ പ്രതിഷ്ഠാന്തം അഗമ ശശ്വതി സമയ ക്രൗജമിഥിന ഏകമവധീം കാമമോഹിതം പുരാ വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസ ആസീ തസ്യാനുജോ കുംഭകർണ വിഭീഷണോ തേതു തീവ്രേണ തപസ പ്രത്യക്ഷീകൃത്യ വേദസം വരാനിമാൻ വപുരേ എന്ന് തുടങ്ങുന്ന മൂലരാമായണത്തിൽ അതിമനോഹരമായി ഇന്നത്തെ കാലം വാത്മീകി വരച്ചിട്ടുണ്ടൊരു സന്ദർഭത്തിൽ. ഏതാ സന്ദർഭം? പഞ്ചവടിയിൽ സീതാദേവി ധരിച്ചിരുന്നപ്പോൾ സീതാദേവി അപഹരിക്കാൻ രാവണൻ വരുന്നു. എങ്ങനാ രാവണൻ വന്നത്? 10 തലയും 20 കൈയും കൊണ്ടല്ല. അതാണ് രസം. 10 തലയും 20 കൈയും. ഒരിക്കൽ ഞാനിങ്ങനെ തീവണ്ടിയിൽ യാത്ര ചെയ്ത സമയത്ത് എനിക്ക് ഇടുക്കി ജില്ലയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട്, അല്ല വയനാട്ടിലെ പ്രോഗ്രാം കഴിഞ്ഞ് എനിക്ക് ജലദോഷം പിടിച്ചിരിക്കുക. ട്രെയിനിൽ വന്നിരിക്കുക, ഭയങ്കരമായിട്ട് മൂക്കൊലിപ്പ്. ആക്ടി ഫുഡും ഒക്കെ കഴിച്ച് ഞാനിങ്ങനെ തുടച്ച് കുഴഞ്ഞ്. അന്നേരം ഞാൻ എന്റെ കയ്യിൽ ഈ മൂലരാമായണം ഉണ്ടായിരുന്നു. അത് വായിക്കാൻ ഇങ്ങനെ മറിച്ച സമയത്ത് രാവണനെ കുറിച്ച് ഓർത്തു. ഞാൻ അന്നേരം ചിന്തിച്ചു പോയി, രാവണന് ഒരു ജലദോഷം വന്നാൽ എങ്ങനെ ഇരിക്കും? ഓയ്യോ, പിടിച്ച് വശക്കേടാവത്തില്ലേ? ഞാൻ ചിന്തിച്ചു പോയി. തിരിഞ്ഞ ചിന്തയാണ്. അപ്പൊ എന്തുവാകട്ടെ, രാവണൻ 10 തലയും 20 കൈയും കൊണ്ടല്ല പഞ്ചവടിയിൽ സീതാദേവി അപഹരിക്കാൻ വന്നത്. ചടുല പദങ്ങൾ പ്രയോഗിച്ച് സമ്മോഹനമായി സീതാദേവിയെ കുഴപ്പത്തിലാക്കാൻ രാവണൻ വന്നത് സന്യാസി വേഷത്തിലാണ്. വാത്മീകി അന്നേ പറഞ്ഞു. സന്തോഷ് മാധവൻ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പെണ്ണിനെ ചാക്കിടാൻ പറ്റിയ വേഷമാണെന്ന് എല്ലാവരുമല്ല. അപ്പോ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മതപരമായ ആത്മീയ വേഷം കെട്ടലിലൂടെ ഉദരപൂരണത്തിന് ശ്രമിക്കുമ്പോൾ
ത്തിനപ്പുറം ആദിശങ്കരൻ ശങ്കരാചാര്യർ ശുഭാനന്ദ ഗുരുദേവനെ പോലെ ശ്രീനാരായണ ഗുരുദേവനെ പോലെ വർണ്ണവെറിയുടെ പീഡനം അനുഭവിച്ച വ്യക്തിയാണ് ശങ്കരാചാര്യരും. അറിയാമോ, അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചപ്പോൾ അവസാനം അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു. 17 വയസ്സിൽ അമ്മ മരിച്ചത് കാണാൻ വന്നപ്പോൾ അമ്മയുടെ മൃതശരീരം കൈകൊണ്ടെടുക്കാൻ ആരും പങ്കെടുക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ പൂണൂൽധാരികൾ നിരോധിച്ചു. സന്യാസിയാണ്, ശവം കൈകൊണ്ടെടുത്താൽ സന്യാസ ദീക്ഷയും നഷ്ടപ്പെട്ടു പോകില്ലേ? അവസാനം ആരും സഹായിക്കാതിരുന്ന ശങ്കരാചാര്യർ തനിച്ചാണ് അമ്മയുടെ മൃതദേഹം എടുത്ത് തോളിൽ വെച്ച് ചെതയിൽ കൊണ്ടുവച്ചത്. അന്നേ ഉണ്ടി സോക്കേട്, ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. ജഡ്ജി ഇരുന്ന കസേരയിൽ ഗംഗാജലം തെളിക്കുന്ന ഈ സോക്കേട് പണ്ടേ ഉണ്ട്. മാത്രമല്ല, അമ്മയുടെ ചിത കത്തിക്കാൻ തീ പോലും കൊടുത്തില്ല എന്ന് ശങ്കരാചാര്യർ. അങ്ങനത്തെ ചില വർണ്ണ വെറിയന്മാരുണ്ട്. അതിലെല്ലാമുള്ള ശക്തമായ മറുപടി വേഷം കെട്ടുന്ന പുരോഹിതന്മാർക്കും വർണ്ണവെറിയന്മാർക്കും മനുഷ്യരായി കാണാത്തവർക്കും ഗുരുദേവൻ നൽകിയ, ശുഭാനന്ദ ഗുരുദേവൻ നൽകിയ ശക്തമായ പ്രഹരമാണ്. ബോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ തന്നെ ഒരു 5-10 ബോധം പറഞ്ഞു. പിന്നെ ആ കീർത്തനങ്ങൾ ഉടനീളം എത്ര ബോധമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബോധമുണ്ടാകണമെങ്കിൽ നീ നിന്നെ അറിയണം, നിന്റെ ശരീരത്തെ അറിയണം, അതിൻ്റെ ഉള്ളിൽ ആത്മാവുണ്ടെന്ന് നീ അറിയണം. നമ്മളെല്ലാരും പറയും എന്റെ കയ്യ്, എന്റെ കണ്ണ്, എന്റെ കാല്, എന്റെ കരള്, എന്റെ 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 എങ്കിലും ഞാൻ ആരാണ്? അതാണ് ആത്മാവ്. അത് തിരിച്ചറിയാനാണ് ഗുരുദേവൻ പഠിപ്പിച്ചത്. അത് തിരിച്ചറിയണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. സ്വാർത്ഥത മുറ്റി നിൽക്കുമ്പോ എങ്ങനെ തിരിച്ചറിയുമെന്നാ? എന്ത് കിട്ടിയാലും മതിയാകുമോ? പ്രത്യേകിച്ച് മലയാളിയൊക്കെ എന്തു കിട്ടിയാലും മതിയാകത്തില്ല. ആ ചിന്ത വരുമ്പോൾ പരസ്നേഹമില്ലാതെയാകും. കൊടുക്കാനാണ് പഠിപ്പിച്ചത്, എടുക്കാനല്ല. ആ കൊടുക്കാനുള്ള പരസ്നേഹമാണ് ആനന്ദജി ഗുരുദേവൻ പഠിപ്പിച്ചത്. നീ നിന്നെ അറിയുന്നത് കൂടാതെ പരനെ സ്നേഹിക്കുകയും വേണം. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ ഈശാവാസി ഉപനിഷത്തിന്റെ വരികൾ ഗാഠമായി മനസ്സിലൊന്ന് പതിയണം. ശുഭാനന്ദ ഗുരുദേവന്റെയും ആശ്രമ മഠാധിപതിയുടെയും കീർത്തനങ്ങൾ നമ്മൾ പാടുമ്പോൾ നമ്മുടെ ഉള്ളിൽ പതിക്കുന്നുണ്ട്, ഉറപ്പാണ്. ഇവിടെ ജാതിയുടെ പേരിൽ വെറി ഉണ്ടാക്കി മാറ്റി നിർത്തിയാൽ ഒന്നാലോചിച്ചു നോക്ക്. ഭാരതത്തിൽ അടിച്ചമർത്തപ്പെട്ട വർഗത്തിൻ്റെതല്ലാതെ ഏതെങ്കിലും ക്ലാസിക് സംഭാവനകളുണ്ടോ? ചിന്തിച്ചു നോക്ക്. വാത്മീകി രാമായണം മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ കാവ്യമാണെങ്കിൽ വാത്മീകി, അദ്ദേഹത്തിനും ജാതിയില്ല. പക്ഷെ അദ്ദേഹം ജനിച്ചത് ഏത് ജാതിയിലാണ്? നമ്മൾ ഇന്നിവിടെ കേരളത്തിൽ പറയുന്ന, ഞാനായിട്ട് പറയല്ല, കേരളത്തിൽ പറയുന്ന ഷെഡ്യൂൾ കാസ്റ്റിന്റെയും ഷെഡ്യൂൾ ട്രൈബിന്റെയും താഴെയുള്ള ഭാങ്ങി എന്ന് പറയുന്ന തോട്ടി വർഗത്തിൽപ്പെട്ട ആളാണ് സാക്ഷാൽ മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ കാവ്യം രചിച്ച വാത്മീകി. ഭാങ്ങി എന്ന വർഗമാണ് അദ്ദേഹത്തിന്റെ വർഗം. മനുഷ്യ വിസർജ്യം വാരിക്കൊണ്ട് കളയുന്ന തോട്ടി വിഭാഗത്തിൽപ്പെട്ട ആളാണ് മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ കാവ്യം വാത്മീകി രാമായണം രചിച്ചതെങ്കിൽ വ്യാസമുനിക്ക് അപ്പുറം ഒരു പ്രതിഭ ലോകത്ത് കണ്ടിട്ടുണ്ടോ? ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയ ഭാരതത്തിന്റെ ഒരു പുരാണമേ ഉള്ളൂ. സുരേഷ് ഗോപിയുടെ നിങ്ങൾക്കുമാകാം കോടീശ്വരം കണ്ടില്ലേ? അതിന് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാനലുണ്ട്. അത് തുടങ്ങിയ കാലം മുതലേ മേല്ലാ ശ്രീകണ്ഠനായിരുന്നു ഏഷ്യാനെറ്റില് ഈ പാനൽ ഉണ്ടാക്കിയത്. ശ്രീദാസനൊക്കെ അറിയാതെ അദ്ദേഹമാണ് ആദ്യം ഇതിന് പാനൽ ഉണ്ടാക്കിയത്. ശ്രീകണ്ഠനാണ്. ശ്രീകണ്ഠൻ മേല്ലാ ശ്രീകണ്ഠൻ നായര്. പിന്നെ അദ്ദേഹം അവിടുന്ന് ചാടി ഫ്ലവേഴ്സിൽ പോയി, മനോരമയിൽ പോയി. ഇപ്പൊ ഫ്ലവേഴ്സ് സ്വന്തമായിട്ടുണ്ടാക്കി മനോരമയിൽ മനോരമ. അദ്ദേഹമാണ് ഈ പാനലിന് ആളെ കൊണ്ടാക്കിയത്. അതിലൊന്ന് പാവം ഞാനാണ്. മേല്ലാ ശ്രീകണ്ഠനാണ് കൊണ്ടുകൊടുത്തത്. ഏത് ചോദ്യമാ വരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ എഴുതി കൊടുക്കും. സ്ക്രീനിൽ കാണുമ്പോൾ അറിയാം ഇത് ഞങ്ങൾ എഴുതിയ ചോദ്യമാണെന്ന് അറിയാം. അത്രേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇങ്ങോട്ട് ചോദിച്ചാൽ ഏതൊക്കെ വരുമെന്നും പറയാൻ പറ്റൂല. അതിലൊരു ചോദ്യമായിരുന്നു, ഒരു സീസണിൽ വന്ന ചോദ്യം. പ്രൊവിൻസ് കോളേജിലെ പ്രൊഫസർ വേലായുധൻ സാർ 3 ലക്ഷം രൂപ മേടിച്ച് ഔട്ടായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം കൊടുത്തത് ഞാനായിരുന്നു. ചോദ്യം ഇതാണ്: ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയ ഭാരതീയ പുരാണം ഏത്? ഓപ്ഷൻ കൊടുത്തു: ഭഗവത്ഗീത, ഭാഗവതം, വാത്മീകി രാമായണം, മഹാഭാരതം. വേലായുധൻ സാർ കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയ ഭാരതീയ പുരാണം
ഭഗവത്ഗീത. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന സുരേഷ് ഗോപിയുടെ മറുപടിക്കുള്ളിൽ ചോദ്യത്തിന്റെ ഉത്തരം കാണും, ശ്രദ്ധിച്ചാ മതി. ഉടനെ സുരേഷ് ഗോപി വെച്ച്, സാർ മണിക്കുട്ടി ഓഫ് ചെയ്യാമോ? ഓഫ് ചെയ്യാം. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ഉറച്ചു നിൽക്കുകയാണ്. മാറ്റമൊന്നുമില്ലല്ലോ, മാറ്റമൊന്നുമില്ല. സാർ ഒരിക്കൽ കൂടി ചിന്തിച്ചു നോക്കൂ, പ്രവിശാലമായ നമ്മുടെ ഈ മഹാഭാരതത്തിൽ ഭഗവത്ഗീത തന്നെയാണോ? ഉത്തരം അതിലുണ്ടായിരുന്നു. എന്നിട്ടും വേലായുധൻ സാറ് ഭഗവത്ഗീത തന്നെ തൂങ്ങി നിന്നു. അവസാനം ഔട്ടായി. ഉത്തരം മഹാഭാരതമാണ്. 1,25,000 ശ്ലോകങ്ങളുള്ള ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയ ഗ്രന്ഥം രചിച്ച, പഞ്ചമവേദം രചിച്ച വ്യാസമുനി, ഋക്കജുസ് സാമം അഥർവം വ്യസിപ്പിച്ച വ്യാസമുനി, 18 പുരാണങ്ങൾ ലോകത്തിരുന്ന വ്യാസമുനി ജാതിയിലാരാണ്? ജാതിയിലാരാണ്? മുക്കുവ സ്ത്രീയുടെ മകനാണ്, ധീവര സഭയാണ്, ഷെഡ്യൂൾ കാസ്റ്റാണ്. എന്താ? ഞാൻ പ്രസംഗത്തിന് വേണ്ടി പറഞ്ഞതാ, ഞാൻ ഒരിക്കലും ആ പദം ഉപയോഗിക്കാറില്ല. ഇന്ന് നമ്മൾ പരാമർശിക്കുന്ന ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളാണ് വ്യാസമുനി. ഇനി ഒരാളുണ്ട്, ഭഗവത്ഗീതയുടെ ഉപജ്ഞാതാവായി ലോകമെല്ലാം ആദരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ. ജാതിയിൽ ആരാണ്? യാദവനാണ്. ഹീസ് ആൾസോ ഷെഡ്യൂൾ ട്രൈബ്. കണ്ടോ? കണ്ണൻ എന്തേ ഇത്ര കറുത്ത നിറം? അടിച്ചമർത്തപ്പെട്ട വർഗത്തിൽ ജനിച്ചതുകൊണ്ടായി കറുത്ത നിറം വന്നത്. മനസ്സിലായില്ലേ? കണ്ണൻ ഷെഡ്യൂൾ ട്രൈബാണ്. തീർന്നില്ല, ഇനിയുമുണ്ട്. പുരാകവീനം ഗണന പ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ അദ്യോപിതത്തുല്യ കവേരഭാവ അനാമിക സാർത്ഥക നാമധേയ. ഭാരതത്തിലെ കവികളെ ക്രമപ്രകാരം 1, 2, 3 എന്ന് എണ്ണാൻ തീരുമാനിച്ചു. നമ്പർ 1 കവി വിരൽ മടക്കി എണ്ണി കാളിദാസൻ. ആ വിരൽ സ്വതന്ത്രമായി കൈപ്പത്തിയിൽ അങ്ങ് മടങ്ങിച്ചേരും, ഒരു ഉപദ്രവവും ഇല്ലാതെ. അതങ്ങ് നിവർത്തി. രണ്ടാമത്തെ കവി എണ്ണമെങ്കിൽ ഈ വിരൽ മടക്കി എണ്ണണം. ആ വിരൽ മടക്കാൻ നോക്കിയപ്പോൾ ആ വിരലിൽ ചെറിയൊരു കുഴപ്പമുണ്ട്, ഒരു ചെറിയ ഗുരുത്തക്കേട്. അവൻ തനിയെ മടങ്ങൂല, അടുത്ത വിരലെ പിടിച്ച് വലിച്ചോണ്ടേ മടങ്ങുള്ളൂ. നോക്കുക, ഭരണിക്കാവിൽ എല്ലാരും ഇരുന്ന് മടക്കി നോക്കുക, പറ്റുമോന്നറിയാൻ നോക്കുക. ഞാൻ കണ്ടു മൊത്തം ആളുകൾ നോക്കുന്നു, പറ്റൂല. അയ്യോ, ഇത് ബഷീർ ഡോക്ടർ പറഞ്ഞതല്ല, ഋഷിമാർ പറഞ്ഞതാണ്. ഈ വിരൽ തനിയെ മടങ്ങൂല. അതുകൊണ്ട് ഈ വിരലൊരു പേര് കൊടുത്തിട്ടുണ്ട്, അനാമിക. തനിയെ നമിക്കാത്തവൻ എന്നൊരർത്ഥം. ബ്രഹ്മപുരാണത്തിൽ ഈ വിരലിന് പേരില്ല, അതുകൊണ്ടാണ് നാമിക, നാമമില്ലാത്തതെന്നും അർത്ഥം. തനിയെ നമിക്കാത്തതാണ്, അല്ലെങ്കിൽ നാമമില്ലാത്തതാണ്. അതാണ് ഈ കൈ ചൂണ്ടി വർത്താനം പറഞ്ഞ വഴക്കുണ്ടാകുന്നത്. വൈകുന്നേരത്തെ സീരിയലിൽ, ചില സീരിയലിലെ പ്രധാന പ്രശ്നം അതാണ്. അമ്മാവിയമ്മ എന്നോട് കൈ ചൂണ്ടി വർത്താനം, നീ ആരാടി കൈ ചൂണ്ടി വർത്താനം? ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാരെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ശനിയാഴ്ചയുമായിട്ട് ഇപ്പൊ എന്തെല്ലാം സീരിയൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, അതെല്ലാം കളയിച്ച് ഇവിടെ ഒന്നും ഇരിക്കുന്നില്ലയോ? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വല്ല അർത്ഥമുണ്ടോ ഇതിനകത്ത്? ഞാൻ ഒത്തിരി സീരിയലൊക്കെ ചെയ്ത മനുഷ്യനാണ്. ഇപ്പൊ എല്ലാം കളയിച്ച് നടക്കുക. അപ്പൊ ആ സീരിയലിനകത്ത് എന്താ കാണിക്കുന്നത്? പെണ്ണിന്റെ പ്രതികാരം, വേറെ ഒരു കാര്യമില്ല. അമ്മാവിയമ്മയുടെ പ്രതികാരം, നാത്തൂന്റെ പ്രതികാരം. വെളുത്തവളെ കെട്ടി കുഞ്ഞുണ്ടായില്ല, കറുത്തവളെ കെട്ടി കുഞ്ഞുണ്ടായി, കൊല്ലാൻ നടക്കുകയാണ്. 4-5 കൊല്ലമായിട്ട്. കൊച്ചി ഇപ്പോഴും ഇത്രയേ ഉള്ളൂ. 5 കൊല്ലമായിട്ട് കൊച്ചി ഇത്രയേ ഉള്ളൂ. വളരുന്ന സൈസ് അല്ല. ഇതെന്താണ്, ആഫ്രിക്കൻ ആനയെ പോലത്തെ സാധനമാണെന്ന് എനിക്കറിയാൻ വയ്യ. ഈ പെങ്കൊച്ചു വളർന്നിട്ടില്ല. ഒയ്യോ, ഒരു സമാധാനവുമില്ല. കഴിഞ്ഞ കൊല്ലം ഒരെണ്ണം തീർന്നു. ചന്ദനമഴ അവസാനിച്ചു. എങ്ങനെ അവസാനിച്ചത്? നടുക്കായലിന്റെ ഉള്ളിൽ ബോംബ് ഗുളിക തിന്ന് നായകനും നായികയും പൊട്ടിത്തെറിച്ചു. ഞാൻ അന്നു മുതൽ ഇലക്ട്രോണിക് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരോടും ഡോക്ടർമാരോടും ഒക്കെ ചോദിക്കുന്നുണ്ട്, ഈ ബോംബ് ഗുളിക എന്നൊരു ഗുളികയുണ്ടോ? ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കാത്ത സാധനമാണ്. അത് കഴിച്ച് തട്ടിപ്പോയി. 2-3 കൊല്ലത്തിന് മുമ്പ് ഞങ്ങളുടെ പള്ളിയിലെ ഒരു ഉസ്താദ്, ഞാൻ നാട്ടിലെ പള്ളിയിൽ കയറാതെയും മദ്രസ പഠിക്കാതെ ഒക്കെ നടക്കുന്ന കുറെ മുതിർന്ന ആൾക്കാരുണ്ട്, ഇവനെ എല്ലാം പിടിച്ചൊന്ന് നേരെയാക്കാന്ന് വിചാരിച്ചിട്ട് ഉസ്താദ് എല്ലാത്തിനെയും കൂടെ വിളിച്ച് പള്ളിയുടെ ഹാളിൽ കയറ്റി. ഉസ്താദ് ആദ്യമേ ചെന്നിരുന്നു. ഈ കയറി വന്നമാരെല്ലാം സലാം പറയാതെ കയറി വടി പോലെ ഇരുന്ന് കഴിഞ്ഞുകൊണ്ട് ഉസ്താദ് ചോദിച്ചതാ, പരസ്പരം കാണുമ്പോ സലാം പറയണ്ടേ? 10ാം ക്ലാസ് തോറ്റ ഒരുത്തിന് എഴുന്നേറ്റ്, ഉസ്താദെ പരസ്പരം കാണുമ്പം പറഞ്ഞാൽ മതിയോ, ചന്ദനമഴ കാണുമ്പം പറയണ്ടേന്ന്? അവന്റെ തലയിൽ ഈ സീരിയൽ മാത്രമേ ഉള്ളൂ. അതാണ് അങ്ങനത്തെ സീരിയലിനകത്ത് വഴക്കുണ്ടാകുന്നത്. കൈ ചൂണ്ടി കാര്യം പറഞ്ഞാൽ വഴക്കുണ്ടാകും. എന്തുകൊണ്ട് വഴക്കുണ്ടാകും? ഈ വിരൽ ചൂണ്ടി പറയാൻ പറ്റിയ സാധനമല്ല.
അത് തനിയെ നമിക്കാത്തതാണ്. ഹിന്ദുവിന്റെ ആചാരമനുസരിച്ച് നമിക്കണം. അനാമികകളാകരുത്, സനാമികകളാകണം. നമിക്കണം, നമിക്കണം, നമിക്കണം. ആ നമിക്കാനാണ് ഗുരു പറഞ്ഞത്. നീ നിന്നെ അറിയുക, നിന്റെ ഉള്ളിലെ ചൈതന്യം അറിയുക, നിന്റെ ഹൃദയമിടിപ്പറിയുക, നിന്റെ ശ്വാസകോശം, നിന്റെ ആമാശയം, നിന്റെ കിഡ്നി, നിന്റെ കരള്, നിന്റെ ഗാൾ ബ്ലാഡർ, നിന്റെ സ്പ്ലീൻ, നിന്റെ തലച്ചോറെന്ന മഹാത്ഭുതം ചിന്തിച്ചാൽ തറയെന്ന് എഴുന്നേക്കാൻ നേരം കാണൂല. അത് തിരിച്ചറിവ് നമ്മൾ എത്ര വിനയാന്വിതരാകും. എന്റെ ശരീരത്തിന്റെ അതിന്റെ വ്യാപകമായ അർത്ഥം വെളുക്കോളം പറഞ്ഞാൽ തീരുവോ? നിന്റെ ശരീരം എന്ന നിസ്സാര വസ്തു ആ ജീവൻ കുടുക്കിയിട്ടിരിക്കുന്നതിന്റെ സത്യം അറിഞ്ഞാൽ ആർക്കാണ് അഹങ്കരിക്കാൻ തോന്നുക? അഹങ്കാരമില്ലാതാക്കട്ടെ നമ്മുടെ ശരീരത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. ചിലതൊക്കെ നടക്കുന്ന കണ്ടിട്ടില്ലേ? കൈയൊക്കെ ഇങ്ങനെ അകത്തി പോന്ന കണ്ടാത്തൊന്ന് കക്ഷത്ത് തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത്. അത്രയും അകലത്തി പിടിച്ചോണ്ടാ പോകുന്നത്. ഇലക്ഷൻ വരുമ്പോ എല്ലാരും താണ് വീണ് തൊഴുത് വോട്ട് ചോദിക്കും. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങ് MLA MP ഒക്കെ ആയി കഴിയുമ്പോൾ അവിടെ ചെന്നൊന്ന് കാണണം. അസംബ്ലി സമയത്ത് നമ്മൾ അവിടെ ഫ്രണ്ടിലെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് എന്ന് നിന്നാൽ മതി. ചിലരെല്ലാരും അല്ല, ചിലരൊക്കെ കയറിപ്പോന്നുണ്ടല്ലോ. ഈ വട്ടി പോലെ തേച്ചിരിക്കുന്ന ഷർട്ടുണ്ട്, വട്ടി പോലെ ആക്കി കൊടുക്കുന്ന ഒരു കടയുണ്ട് തിരുവനന്തപുരം. 140 രൂപ കൊടുക്കണം. ഒരു ഷർട്ട് അങ്ങോട്ട് കൊണ്ടുകൊടുത്ത് 140 രൂപ അടുത്ത വജ്രപ്പശ തേച്ച് വടിപോലാക്കി കൊടുക്കുക. ഈ വടിപോലത്തെ സാധനം ഇട്ടുകൊണ്ട് അസംബ്ലി പോകുന്നത് ഇങ്ങനെയാണ്, ഉടുപ്പൊടയാതിരിക്കുക. അപ്പൊ ഞാൻ അതിന്റെ മുമ്പിൽ നിന്ന് ആലോചിച്ചു, ഇതിൽ ചിലതിനെയൊക്കെ എടുത്ത് വാഴക്കണ്ടത്തിൽ കൊണ്ടു നിർത്തിയിരുന്ന് കണ്ണ് കിട്ടാതിരുന്നേനെ. ആ ജാതി അഹങ്കാരത്തിലാ പോകുന്നത്. അയ്യോ, വോട്ടിന് വരുമ്പോഴത്തേക്ക് പണ്ട് അടൂർ ഭാഷ പാടുപോലെ താണു വണങ്ങുന്ന മാത്രമല്ല നട്ടല്ലൂരി വളച്ചു കുനിഞ്ഞു തൊഴുന്നേൻ. അങ്ങനെ വരുന്നു. അയ്യോ, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി നടന്നൊരു സംഭവം മാതൃഭൂമി പത്രത്തിൽ വന്നാ വായിച്ച് ചിരിച്ച് തലയറിഞ്ഞു പോയി. ഒരാൾ വോട്ട് പിടിക്കാൻ ചെന്നപ്പോ 3 വയസ്സുള്ള ഒരു കുഞ്ഞു മുറ്റത്ത് നിൽക്കുന്നു, മൂക്കളൊക്കെ ലഭിച്ച്. അതിനെ എടുത്ത് മൂക്കളെല്ലാം തുളച്ച് 2 ഉമ്മയൊക്കെ കൊടുത്ത് താഴെ നിർത്തി, ഒരു ഉമ്മയൊക്കെ കൊടുത്ത് താഴെ നിർത്തി. എന്തിനാന്നറിയാം? അതിന് വോട്ടില്ല, പക്ഷെ അതിന്റെ അച്ഛനും അമ്മയ്ക്ക് വോട്ടുണ്ട്. ഈ മൂക്കളെ തുടച്ച വോട്ട് കിട്ടും, അതാണ് സംഭവം. താഴെ നിർത്തി. പിള്ള മനസ്സിൽ അളവില്ല. 3 വയസ്സുള്ള കുഞ്ഞ് പറയും, ഈ അങ്കിളല്ല മറ്റേ അങ്കിളാ നല്ലത്, അന്ന് മറ്റേ സ്ഥാനാർത്ഥിയാ നല്ലത്. അതെന്താടാ അങ്ങനെ പറഞ്ഞ കുഞ്ഞെ? മക്കളെ എന്താ അങ്ങനെ പറഞ്ഞത്? അതേ, ഈ അങ്കിൾ എനിക്ക് ഒരു ഉമ്മയല്ലേ തന്നുള്ളൂ, മറ്റേ അങ്കിൾ എനിക്ക് ഒരു ഉമ്മയും അമ്മയ്ക്ക് 2 ഉമ്മയും കൊടുത്തു. മാതൃഭൂമി പത്രത്തിൽ വന്നതാ. യോ, കുഞ്ഞങ്ങ് പറഞ്ഞു പോയി, 2 ഉമ്മ കൊടുത്തത് തോറ്റുപോയി. അതാണ്. അപ്പൊ അന്നേരം അഹങ്കാരം വരും. ഇത്തിരി പൈസ വന്നാൽ അഹങ്കാരം വരും. 4 വരി എന്തെങ്കിലും കാണാതെ പഠിച്ചു വെച്ചാൽ, ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും 4 വരി പഠിച്ച് ഇത്തിരി ഭാഷയും അറിഞ്ഞാൽ എന്നെക്കാൾ വലിയ പണ്ഡിതനുണ്ടോ എന്നും പറഞ്ഞൊരൊറ്റ പോക്കാണ്. ഈ അഹന്ത ഉണ്ടാകരുത്. അതാണ് അനാമികയാകരുത്, സനാമികയാകണം. അനാമികകളായി വരുന്നവരെല്ലാം നശിച്ചിട്ടേ ഉള്ളൂ. സ്വന്തം ശരീരത്തെ അറിഞ്ഞാൽ, ആത്മാവിനെ അറിഞ്ഞാൽ, പരസ്നേഹമുള്ളവൻ ഞാൻ എത്ര നിസ്സാരെന്നറിയുമ്പോ വിനയമുണ്ടാകും. അതുകൊണ്ടാണ് ഹിന്ദുധർമ്മത്തിലെ ഏതു മന്ത്രത്തിന്റെയും അവസാനം ഒന്നുകിൽ ഒരു നമ വരും, അല്ലെങ്കിൽ ഒരു ശാന്തി വരും. ഇത് രണ്ടുമില്ലാത്ത ഒരു മന്ത്രവും ഹിന്ദുവിനില്ല എന്ന് ധൈര്യമായിട്ട് എനിക്ക് പറയാം. കാരണം ബാരാപണിക്കർ സാർ എല്ലാ മന്ത്രഗ്രന്ഥങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉപനിഷത്തിന്റെ മന്ത്രം, ആചാരമന്ത്രം, ശങ്കരാചാര്യരുടെ ആചാരം ഒക്കെ മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ്. ഒന്നുകിൽ നമ അല്ലെങ്കിൽ ശാന്തി ഇല്ലാത്ത ഏത് മന്ത്രമാ ഹിന്ദുവിനുള്ളത്? നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ. എത്ര നമയായി? ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവി ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ പണ്ടേ കണക്കു വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. നമിച്ചോളനം. ശിവരാത്രിയെ കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ, കഴിഞ്ഞ മാസം. ശിവഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ. ഭദ്രകാളി ക്ഷേത്രം അഖണ്ഡ നാമ ജപയജ്ഞം നടക്കുന്നത് എങ്ങനെയാ? ഓം ഭദ്രകാളി നമോ നമ, ശ്രീ ഭദ്രകാളി നമോ നമ, നമ 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 നമ. അല്ലെങ്കിൽ അസതോമാ സദ്ഗമയ, മൃത്യോർമാ അമൃതംഗമയ, തമസോമാ ജ്യോതിർഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്തിയും നമയുമില്ലാത്തൊരു മന്ത്രവും ഹിന്ദുവിനില്ല. അതുകൊണ്ട് തന്നെ അനാമികയാകരുത്, സനാമികയാകണം, നമിക്കുന്നവരാകണം. അതുകൊണ്ടാണ് നമിക്കാത്ത വിരൽ ചൂണ്ടി വർത്താനം പറഞ്ഞാൽ വഴക്കുണ്ടാകുന്നതിന്റെ കാര്യം അതാണ്. വിരലിങ്ങനെ ചൂണ്ടുന്നത് അഹങ്കാരമാണ്. ഇത് പറഞ്ഞാലും ചിലർ ചൂണ്ടാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചാൽ മതി.
ഭൃഗു സംഹിതയിൽ പറയുന്നു, ആരെങ്കിലും ഒരു മനുഷ്യന്റെ നേരെ അഹന്തയോടെ വിരൽ ചൂണ്ടി വർത്തമാനം പറഞ്ഞാൽ നിന്റെ ഐശ്വര്യങ്ങളെല്ലാം ആരുടെ നേരെ വിരൽ ചൂണ്ടുന്നോ അവരിലേക്ക് ഒഴുകിച്ചെല്ലും. അങ്ങനാന്നോ? എന്നാ ഇനി ചൂണ്ടുന്ന പ്രശ്നമേ ഇല്ല. നമ്മുടെ കയ്യിലുള്ളത് വല്ലവരും കൊണ്ടുപോകുക, അങ്ങനാന്ന് ചൂണ്ടേണ്ട പ്രശ്നമില്ല. അതുകൊണ്ട് അനാമിക, നാമമില്ലാത്തതെന്നോ നമിക്കാത്തതെന്നോ വിരലിന്റെ പേര് അന്വർത്ഥമാകത്തക്ക രീതിയിൽ ഈ വിരൽ മടക്കി രണ്ടാമതൊരു കവിയെ എണ്ണാനില്ല എന്ന് 2000 കൊല്ലം അപ്പുറം ഋഷി പറഞ്ഞ കാളിദാസൻ എന്ന മഹാകവി അത് പറയാനാ കൊണ്ടുവന്നത്. കാളിദാസന്റെ ജാതി എന്താണ്? ജാതി നോക്കാൻ പാടില്ല. എങ്കിലും വർണ്ണവെറിയുടെ പേരിൽ മൃഗത്തെ ഭക്ഷിക്കുന്ന ഈ ഗുരുദേവന്റെ ജാതിയെ പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ എന്തുകൊണ്ട് ബോധം വന്നു എന്ന് ചോദിച്ച ചോദ്യത്തിന് ബദല് പറയുക ഞാൻ. കാളിദാസൻ മലവേടനാണ്, ഷെഡ്യൂൾ ട്രൈബാണ്. ഈ 4 പേരില്ലാതെ ഭാരതത്തിൽ എന്തെങ്കിലും ഒരു കൃതി പറയാമോ? കാളിദാസന്റെ കൃതികൾ, വ്യാസമുനിയുടെ കൃതികൾ, വാത്മീകിയുടെ കൃതികൾ, പിന്നെ ഭഗവാന്റെ ഭഗവത്ഗീത. ഇത് 4 പേരല്ലാതെ ഏതെങ്കിലും ഒരു ക്ലാസിക് കൃതി ഭാരതത്തിനുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഭാരതത്തിന് ക്ലാസിക് കൃതികളും തനതു സ്വത്തുകളും നൽകിയത് മുഴുവൻ അടിച്ചമർത്തപ്പെട്ട വർഗമാണ്. ആ വർഗത്തിന്റെ 19, 20 നൂറ്റാണ്ടുകളുടെ സൂര്യ തേജസ്സാണ് ശുഭാനന്ദ ഗുരുദേവൻ. ഇതാണ് എന്റെ സമ്മറി. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളിരിക്കും, എനിക്കറിയാം ഇരിക്കും, പ്രത്യേകിച്ചും ഭരണിക്കാവുകാരെല്ലാം ഇരിക്കും. നിങ്ങൾ ദൂരെ നിന്ന് വന്നവരുണ്ട്, നിങ്ങളും ഇരിക്കും, എല്ലാവരും ഇരിക്കും. ദൂരെ നിന്ന് കേട്ടോണ്ടിരിക്കുക, എത്ര പറഞ്ഞാലും കേട്ടോണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഔചിത്യബോധം കാണിക്കണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമ് ഒരു കാര്യം മാത്രം പറഞ്ഞ് ഗുരുദേവൻ നൽകിയ ഏറ്റവും വലിയ മറ്റൊരു സന്ദേശം, ഇന്ന് ലോകം നിഷ്ഠുരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. പറയാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ്. ഇന്ന് തന്നെ 2 വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടായിരിക്കുന്നത്. ഒന്ന്, ഓയൂരുകാരിയായ ഒരു പെൺകുട്ടിയെ, 30 വയസ്സുള്ള പെൺകുട്ടി മരിച്ചപ്പോൾ അതിന്റെ ബോഡിക്ക് 20 കിലോയേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ അസ്ഥികൂടത്തിന് പോലും ഞങ്ങൾ പഠിച്ചിരിക്കുന്നു, അസ്ഥികൂടത്തിന് ശരീരത്തിന്റെ 60% ഭാരം വരുമെന്ന്. അസ്ഥികൂടത്തിന്റെ ഭാരം പോലുമില്ലാതെ ആ പെൺകുട്ടി മരിച്ചുപോയത് കല്യാണം കഴിച്ച് കൊണ്ടുപോയ വീട്ടിൽ പട്ടിണിക്കിട്ട് കൊല്ലുക. ഇതിന്റെ മാതാപിതാക്കളൊക്കെ എന്തോ ചൊറിവുത്താൻ നടന്ന ഞാൻ ആലോചിക്കുന്നത്. അവിടെ ചെല്ലുമ്പോ ഈ ഭർത്താവ് ചീത്ത വിളിക്കുകയും വഴക്കുണ്ടാക്കുകയും വീട്ടിൽ കയറ്റാതിരിക്കുകയും ചെയ്യാതെ. മരം മണ്ടനും മരം മണ്ടിയും. ഇവിടെ നിയമങ്ങളില്ലേ? ഇവിടെ പോലീസില്ലേ? എന്തെല്ലാം നിയമം? ഇവിടെ വനിതാ കമ്മീഷൻ ഇല്ലേ? ഞാൻ വനിതാ കമ്മീഷന്റെ പേരിൽ ക്ലാസ് എടുക്കാൻ 14 ജില്ലയിലും പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ജെൻഡർ ജസ്റ്റിസിനും പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങും. ഇപ്പൊ മിനിഞ്ഞാന്നും കോഴിക്കോട് എടുത്തിട്ടാ വന്നത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, ശ്രീദാസൊക്കെ അതിന് കമന്റ് ചെയ്തിട്ടുണ്ട്, വിജയൻ സാറും കമന്റ് ചെയ്യാറുണ്ട്. ഇവിടെ വനിതാ കമ്മീഷൻ ഇല്ലേ? വനിതാ കമ്മീഷന്റെ നമ്പർ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ 1091 ഒരു നമ്പർ മറക്കരുത്, സ്ത്രീകൾ മറക്കരുത്. 1091 അത് പോലീസിന്റെ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഏത് കൊടുങ്കാട്ടിൽ കിടന്നും, ഏത് കായലിന്റെ നടുവിൽ കിടന്നും, ഏത് ദ്വീപിൽ കിടന്നും, അങ്ങ് തിക്ക് ഫോറസ്റ്റിനുള്ളിൽ മനുഷ്യൻ എത്തിപ്പെടാത്ത സ്ഥലത്ത് വെച്ചൊരു സ്ത്രീക്ക് പീഡനമേക്കുന്നത് രാത്രി 2:30 മണിക്കാണെങ്കിൽ ഈ 1091 ഡയൽ ചെയ്താൽ മതി. സംസാരിക്കാൻ അനുവദിക്കാതെ നിങ്ങളുടെ ഫോൺ തട്ടിപ്പറിച്ചെറിഞ്ഞാലും പ്രശ്നമില്ല. അത് GPS കണക്ഷനുള്ള നമ്പറാണ്. എവിടെ നിന്നാണ് വിളിച്ചത് ടവർ ലൊക്കേറ്റ് ചെയ്ത മണിക്കൂറിനകം ഡിസ്ട്രിക്ട് പ്രൊട്ടക്ഷൻ ഓഫീസർ ഏത് കൊടുങ്കാടിന്റെ ഉള്ളിലും പോലീസ് സേന ഉൾപ്പെടെ എത്തുന്ന ഒരു നമ്പറുണ്ട്. 1091 പഠിച്ചു വെച്ചു. ഏതെങ്കിലും മക്കളെ എവിടെങ്കിലും ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ ആ നമ്പർ വിളിച്ചാൽ മതി. 1091. ഏത് പാതിരാവിലെ നിങ്ങൾക്ക് സഹായം കിട്ടും. ഈ തന്തയും തള്ള എവിടെ പോയി കിടന്ന ഞാൻ ആലോചിക്കുന്നത്. 1 കൊല്ലമായി തന്റെ മക്കളെ കണ്ടിട്ടില്ല എന്ന് ആ അമ്മ മോങ്ങിക്കൊണ്ട്, കരഞ്ഞോണ്ടെന്ന് ഞാൻ പറയത്തില്ല, മോങ്ങിക്കൊണ്ട് പറയുന്ന കേട്ട് TV-യിൽ. പോയി പോലീസിൽ പറയണ്ടായിരുന്നു. പോയൊരു പോലീസില്ലേ? ഇവിടെ നിയമങ്ങളില്ലേ? ഇനി വനിതാ കമ്മീഷൻ നിങ്ങൾക്ക് ഒരു പരാതി അയക്കണം. ഒരു നമ്പരും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. വനിതാ കമ്മീഷൻ നിങ്ങൾക്ക് പരാതി അയക്കണമെങ്കിൽ വനിതാ കമ്മീഷൻ പട്ടം PO തിരുവനന്തപുരം ഇത്ര എഴുതിയാൽ മതി. പട്ടം മറക്കൂലല്ലോ.
നമ്മൾ പറത്തി കളിക്കുന്ന സാധനം പട്ടം പറത്തുക എന്ന് ഓർത്തിരുന്നാ മതി. ഒറ്റ സംഗതി ഓർത്തിന്, വനിതാ കമ്മീഷൻ പട്ടം PO തിരുവനന്തപുരം കത്തെഴുതിയിട്ട് നോക്കാൻ അപ്പ വരും അതിന് നടപടി. വളരെ സ്മാർട്ടായ വനിതാ കമ്മീഷൻ അംഗങ്ങളായി ഇപ്പോൾ ജോസഫൈൻ ടീച്ചറായാലും നമ്മുടെ നാട്ടുകാരി കരുനാഗപ്പള്ളിക്കാരി MS താര വനിതാ കമ്മീഷൻ അംഗമാണ്. ഓർമ്മയില്ലേ? കരുനാഗപ്പള്ളിയിലെ പഴയ MLA ഷെരീഫ് സാറിന്റെ ഓർമ്മയില്ലേ? ഷെരീഫ് സാറിന്റെ മകളാണ് MS താര, അഡ്വക്കേറ്റ് MS താര. അവർ വനിതാ കമ്മീഷൻ അംഗമാണ്. സ്പീഡ് ആക്ഷനാണ്. അതൊന്നുമില്ല, പോട്ടെ. ആ കുഞ്ഞിനെ പട്ടിണിക്കിട്ട് കൊന്നു. രണ്ടാമത് ഏറ്റവും ഭീകരമായ അവസ്ഥ, തൊടുപുഴയിൽ 7 വയസ്സുള്ള കുഞ്ഞിനെ, ആ കുഞ്ഞിന്റെ അമ്മ ഭർത്താവ് മരിച്ചിട്ട് 1 വർഷമേ ഉള്ളൂ. പഞ്ചമഹാപാപങ്ങളിൽ ശുഭാനന്ദ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന 2ാമത്തെ പാപമാണ് വ്യഭിചാരം. മഹാപാപത്തിൽ പെടുത്തിയിരിക്കുകയാണ്. ലോകം അറിയണ്ടേ? ഏതോ ഒരുത്തിനോടൊപ്പം താമസിച്ചു. അവനാ 7 വയസ്സുള്ള കുഞ്ഞിന് അതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാകൂ. സ്ക്രീൻ കാണിക്കുന്നു, TV കാണിക്കുന്നു. രാവിലെ കാണിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞ് രക്ഷപ്പെടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം തലയോട് ടെമ്പോറൽ ബോൺ പൊട്ടി ബ്രെയിൻ പുറത്തിയാടിയിട്ടുണ്ട്. അത് ബ്രെയിൻ ഡെത്താണ്. രക്ഷപ്പെടില്ല കുട്ടിയെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. ഏറെ കണ്ണുനീർ വാഴ്ത്തുപോയി. ആ കുഞ്ഞെന്ത് വേദന അനുഭവിച്ചാണ്. രാത്രി 2:30 മണിക്ക് എന്റെ നെഞ്ചും കൂടി ചവിട്ടി പൊട്ടിച്ച് എന്റെ ശ്വാസകോശം കീറിപ്പോയി. മനുഷ്യനാണോ നിനക്ക്? മൃഗങ്ങൾ ചെയ്യുമോ ഇതൊക്കെ? മൃഗങ്ങൾ ചെയ്യാൻ അറയ്ക്കുന്ന ക്രൂരതകൾ കാണിക്കുന്ന ഇവനെ മനുഷ്യവർഗത്തിൽ പെടുത്താൻ കഴിയുമോ? ഇരയ്ക്ക് വേണ്ടിയോ ഇണയ്ക്ക് വേണ്ടിയോ അല്ലാതെ ഒരു മൃഗം മറ്റൊരു മൃഗത്തെ ആക്രമിക്കല്ല. ഹിംസ്രജന്തുവായ സിംഹം ഇന്ന് വരെ സിംഹത്തെ കടിച്ചു കീറി കൊന്നിട്ടില്ല. ഒരു കടുവയെ കടിച്ചു കീറി കൊല്ലാറില്ല. ഒരു പുലിയെ കടിച്ചു കീറാറില്ല. The only beast that make regular practice of exploiting his own kind is man. സ്വന്തം വർഗത്തെ കടിച്ചു കീറുന്ന ഒരു വന്യമൃഗമേ ഭൂമിയിലുള്ളൂ, മനുഷ്യൻ. എന്ത് പേര് പറഞ്ഞ് വിളിക്കണമെന്നറിയില്ല. വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ 2 സന്ദർഭത്തിൽ ആവർത്തിച്ചൊരു വാക്യമുണ്ട്. കൈശോരഭാവം ഈശ്വരീയമാണ്, ശിശുക്കളെ വേദനിപ്പിക്കരുത്. 2 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടത്. ഒന്ന് കായിക്കര കടപ്പുറത്തുകൂടെ ഗുരുദേവൻ നടന്നു പോകുന്ന സമയത്ത് ഒരു മുക്കുവ കുടിൽ മുമ്പിൽ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിന്നൊരു 4 വയസ്സുകാരൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തിനാ കരയുന്ന അന്വേഷിച്ചപ്പോ അച്ഛൻ വലയിട്ട് പിടിച്ചുകൊണ്ടുവന്ന മത്സ്യത്തിൽ ഒരു മത്സ്യം മരിച്ചിട്ടില്ല. ആ മത്സ്യത്തെ ചട്ടിയിൽ വെള്ളമൊഴിച്ചതിലിട്ട് കുഞ്ഞ് കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോ ഉപ്പുവെള്ളത്തിൽ കൊണ്ടുവന്ന മത്സ്യക്കുഞ്ഞ് ശുദ്ധജലത്തിലിട്ട് ആ ജീവിച്ചു കിടക്കും. അത് ചത്തുപോയി. അതിനാ കുഞ്ഞ് കരയുന്നത്. അവന്റെ സങ്കടത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്ത് ജീവൻ തുടിക്കുന്ന മത്സ്യക്കുഞ്ഞിനെ ആ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന കണ്ടിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ആ മുക്കുവ ദമ്പതികളോട് ഗുരുദേവൻ പറഞ്ഞു, കൈശോരഭാവം ഈശ്വരീയമാണ്, ശിശുക്കളെ വേദനിപ്പിക്കരുത്. ശിശുവിന്റെ ഭാവം ഈശ്വരീയമാണ്. ഈശ്വരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒന്നാണ് ശിശുക്കൾ. അവരെ വേദനിപ്പിക്കരുത്. പിന്നീടൊരിക്കൽ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചും ഈ വാക്യം ആവർത്തിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമി തിരുവടികൾ ഈ വാക്യം ആവർത്തിച്ചിട്ടുണ്ട്. ഇത് പറയാത്തവരാരാ ഉള്ളത്? നബി തിരുമേനി നിസ്കാരത്തിലാണ്. സാഷ്ടാംഗ പ്രണാമം എന്ന് പറയുന്ന സർവാംഗം ഭൂമിയിൽ സമർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് നിസ്കാരത്തിൽ. തല താഴെ വെച്ച് സാഷ്ടാംഗ പ്രണാമത്തിൽ കിടക്കും. സുജൂദ് എന്ന് പറയാം. അങ്ങനെ കിടക്കാണ്. അപ്പൊ അനുയായികളെല്ലാം പിറകിൽ നിസ്കരിക്കുക. അവരെല്ലാം കമിഴ്ന്ന് കിടക്കുക. നബി തിരുമേനി തല ഉയർത്തിയെങ്കിൽ അനുചരന്മാർക്ക് തല ഉയർത്താൻ പറ്റുമോ? 2-3 മിനിറ്റ് കൊണ്ട് കഴിയേണ്ടുന്ന കർമ്മമാണ്. 3 മിനിറ്റ് കഴിഞ്ഞ്, 5 മിനിറ്റ് കഴിഞ്ഞ്, 10 മിനിറ്റ് കഴിഞ്ഞ് നബി തിരുമേനി തല ഉയർത്തുന്നില്ല. ഉയർത്താതെ ഇവർക്ക് തല ഉയർത്താൻ പറ്റത്തില്ല. എല്ലാവരും സാഷ്ടാംഗ പ്രണാമത്തിൽ കിടക്കുക. ഇന്നത്തെ കാലത്ത് തന്നെ തലവെക്കി നോക്കും. ദേവന്താ എഴുന്നേക്കാത്ത അത് തലവെക്കത്തില്ല. ആ കിടപ്പ് എല്ലാരും കിടന്നു. കുറെ സമയം വൈകിയതിനു ശേഷമാണ് നബി തിരുമേനി തല ഉയർത്തിയത്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങ് എന്താണ് പതിവില്ലാതെ ഇത്ര ദീർഘനേരം സാഷ്ടാംഗ പ്രണാമത്തിൽ കിടന്നത്? അപ്പൊ നബി തിരുമേനി പറഞ്ഞ മറുപടി, എന്റെ മകളുടെ മകൻ, കൊച്ചുമകൻ ഹുസൈൻ, അവന് 5 വയസ്സേ ഉള്ളൂ. എന്റെ പെടലി കയറിയിരുന്ന് ആന കളിക്കായിരുന്നു. അതിനെ ഇറക്കി വിടാൻ വയ്യാത്തത് കൊണ്ട് അത് തന്നെ ഇറങ്ങട്ടെന്ന് വിചാരിച്ച ഞാൻ ഈ കമന്ന് കിടന്നത്.
കണ്ടാ, കുഞ്ഞിനെ ഇറക്കി വിട്ട് വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ ബൈബിളിൽ കാണാം, മത്തായിയുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിന്റെ സമയത്ത് ആളുകളെല്ലാം ചുറ്റിലും കൂടിയപ്പോ ആ കൂട്ടത്തിൽ കുറെ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വന്നു. നാട്ടുകാരെ കുഞ്ഞുങ്ങളെ പിടിച്ച് പുറകോട്ട് മാറ്റി. യേശുദേവൻ പറഞ്ഞു, ആ കുട്ടികളെ എന്റെ അടുത്തേക്ക് വിടുക, അവരെ ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. ഇതൊക്കെ പഠിക്കണ്ടേ, അറിയണ്ടേ? പിഞ്ചു കുഞ്ഞിനെ തല്ലിക്കൊല്ലുന്ന കാലം പോകട്ടെ. അതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗുരുവിന്, ശുഭാനന്ദ ഗുരുദേവന് 12 വയസ്സുള്ള സമയം, 12 വയസ്സുള്ള സമയത്താണ് അമ്മ മരിക്കുന്നത്, അല്ലെ? അമ്മ മരിക്കുന്നത്. അമ്മ മരിച്ചപ്പോൾ ഗുരുദേവൻ മൗനവ്രതത്തിലായി അനേക ദിവസങ്ങൾ. Take lesson from this. ഇതോടെ നമുക്ക് അവസാനിപ്പിക്കാം. വലിയ പാഠം അതിൽ ഉൾക്കൊള്ളുക. വിശ്വത്തെ തിരിച്ചറിഞ്ഞ, ആത്മാവിനെ തിരിച്ചറിഞ്ഞ, തന്റെ ഭൂമിയിലേക്കുള്ള അവതീർണത്തിന്റെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ ഇന്ന് ജനസഹസ്രങ്ങളല്ല, ജനലക്ഷങ്ങളല്ല, ജനകോടികൾ ആശ്രയിക്കുന്ന ഒരു വലിയ ആശ്രമം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സമുദായം മാത്രമല്ല. ഇപ്പോ ഈ ആത്മബോധോദയ സംഘത്തിൽ എല്ലാ ജാതിക്കാരുമുണ്ട്. എനിക്കറിയാം എത്രയോ സമുദായക്കാരുണ്ട്. ഒരു കാലത്ത് അവജ്ഞയോടെ പറഞ്ഞിരുന്നവർ ഇന്ന് ആദരിക്കുകയാണ്. എന്റെ ഒരു സുഹൃത്തുണ്ട്, പരമേശ്വരൻ നമ്പൂതിരി, കാലടി പരമേശ്വരൻ നമ്പൂതിരി എന്ന പേര്, കുന്നംകുളത്ത് ആശുപത്രി ഇട്ടിരിക്കുകയാണ്. കുന്നംകുളത്ത് ഒരു സാംസ്കാരിക സമ്മേളനത്തിന് പ്രസംഗിച്ചിട്ട് അവനെന്നെ സ്വീകരിച്ച് അവന്റെ കൺസൾട്ടിംഗ് റൂമിൽ കൊണ്ടുപോയി. അവനെ കാണണമെങ്കിൽ 250 രൂപ അടയ്ക്കണം. അത്ര തിരക്കാണ്. AC റൂമിനകത്താണ് കൺസൾട്ടിംഗ് റൂം. കുന്നംകുളം ടൗണിലാണ്. ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുന്നു അറിഞ്ഞവനം വന്നു. എന്റെ കൂട്ടുകാരനാണ്, കേൾക്കാൻ വന്നു. പ്രസംഗം എല്ലാം കഴിഞ്ഞ് കാലടി പരമേശ്വരൻ നമ്പൂതിരി എന്ന് പറയുന്നത് ഗുരുവായൂർ മേൽശാന്തി ചേർന്നാസ് നമ്പൂതിരിയുടെ കുടുംബത്തിൽപ്പെട്ട കക്ഷിയാണ്. അവന്റെ കൺസൾട്ടിംഗ് റൂമിൽ ഞാൻ ചെന്നപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 250 രൂപ മുൻകൂർ ഫീസടച്ച് കാണേണ്ട കൺസൾട്ടിംഗ് റൂമിൽ അവൻ 2 ചിത്രം വെച്ചിട്ടുണ്ട്. ഒന്ന് ഗുരുവായൂരപ്പന്റെ ചിത്രം, മറ്റൊന്ന് ശുഭാനന്ദ ഗുരുദേവന്റെ ചിത്രം. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, അല്ല തിരുമനസേ, ഇതെന്താ ഈ പരിപാടിയുടെ വെച്ചിരിക്കുന്നത്? അന്നേരം പറഞ്ഞു, ദൈവത്തെ അറിയാൻ നീ നിന്നെ അറിയുക എന്ന് പഠിപ്പിച്ച ആ ഗുരുദേവനാണ് നാം നമ്മുടെ ശരീരത്തിലെ അറിയാത്ത രഹസ്യങ്ങളും രോഗങ്ങളും ഞാൻ പരിശോധിക്കുമ്പോൾ അതിന്റെ ഉള്ളിലെ എനിക്ക് രഹസ്യങ്ങൾ കാട്ടിത്തരുന്നത് ഈ ഗുരുദേവനാണെന്നും പറഞ്ഞ് അവിടെ വെച്ചിരിക്കുക ചിത്രം. ഒരു നമ്പൂതിരിയാ വെച്ചിരിക്കുക, ചേർന്നാസ് നമ്പൂതിരിയുടെ കുടുംബത്തിൽപ്പെട്ട നമ്പൂതിരി. ലോകം അറിയുന്നു, തിരിച്ചറിയുന്നു ആ മഹാമനീഷിയെ. അദ്ദേഹത്തിന്റെ ആ സന്ദേശം നമ്മൾ ശ്രദ്ധിക്കുക. അമ്മ മരിച്ചപ്പോൾ മൗനവ്രതത്തിലായി 12ാമത്തെ വയസ്സിൽ. അതിന്റെ സാരം അമ്മയാണല്ല. ആ ഭക്തി മാർഗങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അമ്മയുടെ പ്രാധാന്യം ഇവിടുന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് മുമ്പിൽ എല്ലാം അർപ്പിക്കാൻ പഠിപ്പിച്ചപ്പോൾ അമ്മ എന്നത് സമവാക്യമില്ലാത്ത നിസ്തുലതയാണ്. അതിനപ്പുറം ഒന്നുമില്ല. മാതാപിതാക്കളാണ് എല്ലാം എല്ലാം എല്ലാം. നമ്മളെല്ലാം അനുവർത്തിക്കുന്നവരാണ്. ഒരമ്മയുടെ കണ്ണുനീരി മണ്ണിൽ ഇനി വീഴാൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇടയാക്കരുത്. നമ്മുടെ പരിചയമുള്ളവരുടെ പോലും അമ്മമാർ കരയാൻ ഇടയാകരുത്. അമ്മ എന്ന ത്യാഗമൂർത്തി, അമ്മ എന്ന വാത്സല്യനിധി, അമ്മ എന്ന സാന്ദ്ര സത്യം, ഇതിന് പകരം വെക്കാൻ എന്താ ഉള്ളത്? ഭഗവാൻ ശ്രീകൃഷ്ണന് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത് യശോദയോടാണോ വസുദേവനോടാണോ? യശോദയോട് മാത്രമാണ്. യശോദയ്ക്കാണ് വാ തുറന്ന് കാണിച്ചു കൊടുത്തത്. യശോദ പിടിച്ച് ഒരാളെ കിട്ടിയത് വസുദേവന് കെട്ടാൻ പറ്റുമോ? വിവരം അറിയും. വ്യാസമുനി നേരത്തെ പറഞ്ഞു, വ്യാസമുനി അമ്മയ്ക്കൊരു വരം കൊടുത്തിട്ടുണ്ട്. അമ്മ എപ്പോൾ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ഞാൻ അവിടെ പ്രത്യക്ഷപ്പെടും. മനസ്സിൽ കരുതിയാൽ മതി, പ്രത്യക്ഷപ്പെടും. ഇന്നത്തെ മക്കളോട് മനസ്സിൽ കരുതിയാലും രക്ഷയില്ല. ഇങ്ങോട്ട് വാടാ എന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോയിരിക്കും. കുരുത്തം കെട്ട സാധനം, ഒയ്യോ തലതിരിഞ്ഞ സാധനം. ന്യൂ ജൻ എന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. തീർത്ത് പറയത്തില്ല, വാല് മുറിച്ചേ പറയും. കുരുത്തം കെട്ടന്മാര് ന്യൂ ജൻ, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ന്യൂ ജൻ കുരുത്തക്കേടിന്റെ അടയാളമാണ്. പ്രിൻസിപ്പൽ എന്ന് പറയില്ല, പിന്നെന്ത് പറയും? പ്രിൻസി. ബ്രദർ എന്ന് പറയില്ല, പിന്നെന്ത് പറയും? ബ്രോ.
ഒയ്യോ, പാലക്കാട് ഒറ്റപ്പാലം കോളേജിൽ മാധ്യമങ്ങളും മലയാള ഭാഷയിൽ നിന്ന് ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഈ ന്യൂജൻ കുറെ എണ്ണം എന്റെ വട്ടം കൂടി. സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ എടുത്തോളാൻ പറഞ്ഞു. ഇഷ്ടം പോലെ കിടക്കും, ഡിലീറ്റ് ചെയ്യുന്നവരെ അവൻ കണ്ടോളുമല്ലോ, സെൽഫി എടുത്തോണ്ടെന്നു. ആ കൂട്ടത്തിൽ ഒരു ന്യൂജൻ എനിക്കിട്ടൊരു താങ്ക് എന്റെ അടുത്ത് പറയാ, ഡോക്ടറെ കണ്ടാൽ ഒരു ഭുജിയുടെ ലക്ഷണം ഉണ്ടാകും. ഞാൻ ആകെ വരണ്ടോ, ഇവൻ എന്നെ ചീത്ത വിളിച്ചാൽ തന്നെ എന്റെ വിശ്വാസം. ഭുജിയോ? അതെന്നാടാ? ബജി ബജി നമ്മൾ കേട്ടിട്ടുണ്ട്, കത്തിരിക്ക ബജി, മുളക് ബജി. പണ്ട് ഈ ഭുജി എന്നാടാ? ഒരു പിടിയും കിട്ടിയില്ല. അവസാനം ഞാൻ അവന്റെ മുമ്പിൽ തോറ്റ്. ഞാൻ പറഞ്ഞു, മക്കളെ എന്നാടാ ഭുജി? അന്നേരം പറയാ, ബുദ്ധിജീവി. അതിന്റെ ചുരുക്കെഴുത്താണ് ഭുജി. അപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. ഇവൻ ചീത്ത വിളിച്ചതല്ല എനിക്ക് അപ്പോഴാ മനസ്സിലായത്. ഞാൻ പറഞ്ഞു, മക്കളെ ലുക്കേ ഉള്ളൂ, ബുദ്ധിയില്ല. ഉണ്ടായിരുന്നു, നീ പഠിക്കുന്ന കോളേജ് വരുമായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. ഈ കുരുത്തം കെട്ട ന്യൂജൻ തലതിരിഞ്ഞ കാലം എന്റെ അമ്മോ, എന്താ സാധനങ്ങൾ എന്നറിയാമോ? നമ്മുടെ റാന്നി തൃക്കോമല ഒരു ഉത്സവത്തിന്റെ ഒരു സാംസ്കാരിക സമ്മേളനത്തിന് പ്രസംഗിക്കാൻ പോയതാണ്. അപ്പൊ എന്നെ LP സ്കൂളിൽ പഠിപ്പിച്ചൊരു അധ്യാപകൻ 80 ചില്ലുവാനും വയസ്സുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. മകൾ അവിടെയാണ്, മകളുടെ കൂടെ താമസം എന്നറിഞ്ഞു. വാസു സാർ എന്ന് പറയും. സാറിനെ കാണാൻ ചെന്നു. 82 വയസ്സുണ്ട്. സാർ ഒരു ചെറിയ തടുക്കുമായിട്ട് നിലത്തിരിക്കുക. സാറിന്റെ മകട മകൻ ഒരു കുരുത്തം കെട്ടവൻ, ഒരു ന്യൂജൻ. അവൻ കയറിയിരിക്കുന്നവന്റെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷൻ എന്താണ്? തേങ്ങാക്ക് ചകിരി വെച്ചതുപോലെ. തേങ്ങാടെ ചുറ്റിലും ചിരട്ടിക്കളയാ, മുകളിൽ ചകിരി ഇങ്ങനെ വെച്ചേക്ക. അങ്ങനെ ചകിരി മോഡൽ ഒരുത്തൻ കയറിയിരിക്കുന്നു പാരപ്പറ്റിന്റെ മുകളിൽ. ഗുരു താഴെയിരിക്കുന്ന ഈ പ്രായമായ മനുഷ്യൻ അരപ്പിറ്റിയുടെ മുകളിൽ കയറിയിരിക്കണം ഈ ചകിരി സാധനം ഒരെണ്ണം. ഞാൻ അവനോട് ചോദിച്ചടാ, ഈ മഹാഗുരു ആയിരക്കണക്കിന് മനുഷ്യരുടെ ഉൾക്കാഴ്ച ഉണ്ടാക്കി കൊടുത്ത അജ്ഞാന ദിവിരാന്തസ്യ എന്ന് പാടിയ ഈ മനുഷ്യൻ താഴെ ഇരിക്കുമ്പോൾ ഗുരുത്തം കെട്ടവനെ നിനക്ക് മേളിൽ കയറി ഇരിക്കാൻ കൊള്ളാമോടാന്ന് ചോദിച്ചു. അന്നേരം ഇവൻ എന്നോട് ചോദിക്കുക, ഡോക്ടർ തെങ്ങിലേക്ക് നോക്കിയിട്ടില്ലേ? ഞാൻ പറഞ്ഞു, എന്താടാ തെങ്ങിലൊരു വിശേഷം? വിളഞ്ഞ നാളികേരം താഴെയും ഇളനീര് മുകളിലും അല്ലേ കിടക്കുന്നത്? തോറ്റുപോയി ഞാൻ. എന്തോ സാധനങ്ങളാന്നാ വിചാരിക്കുന്നത്. പൊളിച്ച സാധനങ്ങളാണ്. നെയ്യാറ്റിങ്കര SNDP യൂണിയന്റെ ഒരു സ്കൂളുണ്ട്. സ്കൂൾ വാർഷികത്തിന് പോയി 5ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ പറയാ, ഡോക്ടർ പറയുന്നത് ശരി തന്നെയാ, ഈ കുരുത്തക്കെട്ടന്മാരെ പഠിപ്പിക്കാൻ വലിയ പ്രയാസമാ. 5ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിക്കാൻ പോയി. 10 വയസ്സുള്ള കുരുന്നുകളാ. ടീച്ചർ ആൾജിബ്ര പഠിപ്പിക്കാൻ ശ്രമിക്കുക, എയും ബിയും എക്സും വൈയും ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു, 19 ആപ്പിൾ 29 പേർക്ക് സമമായി എങ്ങനെ വീതിക്കാം? എയും ബിയും എക്സും വൈയും ഇട്ട് എത്ര കഷണം കിട്ടുമെന്ന് പഠിപ്പിക്കാനാണ് ടീച്ചറിന്റെ ശ്രമം. സമമായി എങ്ങനെ വീതിക്കാം? 10 വയസ്സേ ഉള്ളൂ, കലിയുഗ സന്താനം. ഒരുത്തൻ എഴുന്നേറ്റ് ചോദിച്ചു, ടീച്ചറെ സമമായി വീതിച്ചാൽ പോരെ? മതി, ജ്യൂസ് അടിച്ച് കരണ്ടി കണക്കിന് വീതിക്കാം. സമമായിട്ട് കൊടുക്കാൻ പറ്റും. പഠിച്ചില്ലയോ അവൻ ആൾജിബ്ര? കുരുത്തം കെട്ട സാധനങ്ങൾ. അയ്യോ, ഈ സാധനങ്ങളെ അമ്മ ഇങ്ങോട്ട് വിളിച്ചാൽ അവൻ അങ്ങോട്ട് പോയിരിക്കും. മോറപ്പാട്. എന്നിട്ട് വന്ന് തലയിട്ടടിച്ച് കരഞ്ഞ് നിർബന്ധിച്ച് അത് വാങ്ങിച്ചതാ, ഇത് വാങ്ങിച്ചതാ, അമ്മ വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് അമ്മമാര് വന്ന് പറയും, കുഞ്ഞു ഭയങ്കര നിർബന്ധമാണ്, അവൻ തലയിട്ട് തറയിലടിക്കും, അത് കണ്ട സഹിക്കത്തില്ല, ചെയ്തു കൊടുത്തു പോകും ഡോക്ടറെ. എന്റെ അമ്മമാർ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു സാധനത്തിന് നിർബന്ധിച്ചു വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ ഒരു കാരണവശാലും അത് സാധിച്ചു കൊടുക്കരുത്. സാധിച്ചാൽ അടുത്ത നിർബന്ധം പിന്നെയും കൂടും. അങ്ങനെ അവർ നിർബന്ധിച്ച് കാര്യം സാധിക്കാൻ പഠിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും പ്രായപൂർത്തി എത്തുമ്പോ നിർബന്ധപൂർവ്വം ഒരു പെൺകൊച്ചിനെയും വിളിച്ച് അവരിഞ്ഞു കൊണ്ടുവരും. അവൾ ഒരുത്തനെയും കൂട്ടി ഇഞ്ഞ് വരും. നമ്മൾ അതും കൂടെ സാധിച്ചു കൊടുക്കേണ്ടി വരും. കൊട്ടാരക്കര പുലമ്പൺ ജംഗ്ഷനിലെ ഒരു പെൺകുട്ടി, എഞ്ചിനീയറിംഗിന് തിരുവനന്തപുരത്ത് പഠിക്കുന്ന പെൺകുട്ടി, 3ാം കൊല്ലം പഠിക്കുന്ന പെൺകുട്ടി, അച്ഛനും അമ്മയല്ല, മമ്മിയും ഡാഡിയും അവരെല്ലാം സാധിച്ചു കൊടുക്കുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അവള് കോളേജിൽ നിന്ന് വന്നപ്പോ ഒരു ചെറുപ്പക്കാരനെയും കൊണ്ടിഞ്ഞു വന്നു. ഡാഡി ചോദിച്ചു, ആരടി ഇവൻ? ഡാഡി കേട്ടിട്ടില്ലേ ക്യാമ്പസ് സെലക്ഷൻ എന്ന്? ഇതാ ക്യാമ്പസിൽ നിന്ന് സെലക്ട് ചെയ്തിഞ്ഞു കൊണ്ടുവന്നു. സാധിച്ചു കൊടുത്തേ പറ്റൂ. നിർബന്ധങ്ങൾ ഒരിക്കലും സാധിച്ചു കൊടുക്കരുത്. നിർബന്ധിച്ചു കരഞ്ഞാൽ ആ കാര്യം അവർക്ക് ആവശ്യമുള്ളതാണെന്ന് വച്ചോ, പക്ഷെ അന്നേരം സാധിച്ചു കൊടുക്കരുത്. തരത്തില്ലെന്ന് തന്നെ പറയണം, പിറ്റേന്ന് വാങ്ങിച്ചു കൊടുക്കണം. കുഴപ്പമൊന്നുമില്ല. എന്റെ അമ്മ ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു. എന്റെ 2ാമത്തെ അനിയൻ സബ് രജിസ്ട്രാറായിട്ട് ഇപ്പൊ പെൻഷൻ പറ്റി. അവൻ ഭയങ്കര നിർബന്ധ ബുദ്ധിയായിരുന്നു. വെക്കേഷൻ വന്നപ്പോ അന്ന് സൈക്കിള് വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. 10 പൈസയായിരുന്നു സൈക്കിള്. 1 മണിക്കൂർ അല്ലേ വിജയൻ സാർ എടുത്തില്ലേ? 10 പൈസയാണ് 1 മണിക്കൂർ സൈക്കിൾ വാടക.
അമ്മയോട് പൈസ ചോദിച്ചു, അമ്മ പൈസ കൊടുക്കത്തില്ല. പറമ്പിൽ ഏതാണ്ട് പണി പറഞ്ഞു, അത് ചെയ്താ പൈസ തരാന്ന് പറഞ്ഞു. ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? കിണറ്റിന്റെ പാലത്തേക്ക് ഇരുന്നുണ്ട്, എനിക്ക് സൈക്കിൾ എടുക്കാൻ പൈസ അതില്ല, ഞാൻ ഇപ്പൊ എടുത്ത് കിണറ്റി ചാടുക. എന്റെ അമ്മയല്ലേ സാധനം. അമ്മ പറഞ്ഞ് മക്കളൊന്ന് ചാടിക്കാൻ ഞാനൊന്ന് കാണട്ടെ. ചാടുന്ന കാണാൻ നല്ല രസമുണ്ട്, ഞാൻ പൈസ തരത്തില്ല, മക്കളൊന്ന് ചാടിക്കേ. അവൻ